എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നയാൾ പറഞ്ഞിട്ടാണ് വരുന്നത്. അയാളൊരു അത്യാവശ്യം മുതലാളിയാണ്, സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ലക്ഷങ്ങൾ കടത്തിലാണ്. പക്ഷെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയെയാണ്. മെലിഞ്ഞ ഒരു സ്ത്രീ. എൻ്റെ മനസ്സിലിങ്ങനെ ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയെയാണ് കണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അടുക്കളപ്പണി എടുക്കാൻ ആൾക്കാരുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല. അച്ഛൻ ഇപ്പൊ പറഞ്ഞ മെസ്സേജ് എൻ്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാൽ അത് നിങ്ങൾ വിട്ടേരെ. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. അയാൾ പോയി എന്ന് ഞാൻ വിചാരിച്ചു. അയാൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. അയാൾ തന്നെ വന്ന് വീണ്ടും ആ കസേര ചെയ്തിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയെ കണ്ടു എന്നും പറഞ്ഞല്ലോ. യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നിങ്ങൾ സമയം കണ്ടെത്തി ഈ ഒരു തിരക്കുള്ള ഈ ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു ഉറപ്പുള്ളൊരു കാര്യം ഇതാണ്, ഈ ദൈവവചനം നിങ്ങളോട് ദൈവം തന്നെ സംസാരിക്കുന്ന അനുഭവം ഉണ്ടാവും. അത് പാട്ടായാലും പ്രസംഗമായാലും. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, ഇത് എന്നോട് തന്നെയാണല്ലോ ഇന്ന് ഇത് പറഞ്ഞത്. വേറൊരാളെ കണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പറയും, അല്ല എനിക്ക് തോന്നിയത് അതെന്നോടാണെന്നാണ്. ഇനി ഇവിടെ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്ത് നിന്ന് ചോദിച്ചാലോ അവരും ഇതേ വാക്യം പറയുന്നു. അത് ദൈവം നിങ്ങളോട് ആ വചനത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് പോലും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 5 മണി അല്ലെ 6 മണി സമയമായപ്പം മനസ്സിൽ തോന്നി, അല്ല ഇന്നലെ തോന്നി, അല്ലെ മിനിഞ്ഞാന്ന് തോന്നി, പോയി ആ 9 മണി വരെ സമയത്ത് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചതായിരിക്കില്ല പലരെയും. നിങ്ങളുടെ അകത്തു നിന്നൊരു പ്രചോദനമായിരിക്കും ഉണ്ടായത്, ഒരു തോന്നലായിരിക്കും ഉണ്ടായത്. ഇതുപോലെ ഒരു തോന്നൽ ഒരാൾക്കുണ്ടായി ബൈബിളിൽ. അത് രോഗമുള്ള സമയത്ത് ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത ഒരു രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരിക്കലൊരു തോന്നലുണ്ടായി, യേശുവിൻ്റെ വസ്ത്രത്തിൽ പോയി ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ആരും അവളോട് പറഞ്ഞില്ല, പോയി പ്രാർത്ഥിക്ക്, ഇന്നതുപോലെ ചെയ്യ്. ആരും നിർബന്ധിച്ചില്ല. മനസ്സിലൊരു തോന്നൽ, ഒന്ന് പോണം, ഇങ്ങനെ ചെയ്താൽ അതെൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നൊരു അനുഭവം ഉണ്ടാവും. ആ തോന്നൽ ആണ് ആ വ്യക്തിയുടെ സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമായത്. അപ്പോൾ നിങ്ങൾ ഒരാളോട് പോലും വീട്ടിൽ വന്ന് വരണം കേട്ടോ, നിർബന്ധമായും വരണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സമയം കണ്ടെത്തി വന്നവരാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തിരക്കുള്ളവരാണ്. എനിക്കിത് മാത്രമേ ജോലിയുള്ളൂ, ഇവിടെ വേറെ ഒരു ജോലിയും എനിക്കില്ല. ഞാൻ കൊടുക്കുന്നേക്കാൾ വലിയ വിലയാണ് നിങ്ങൾ ചെയ്തത്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, അല്ലെ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് 5 മണി സമയത്ത് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് നിങ്ങൾക്ക് ജോലികൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമായിരിക്കും ആ സമയത്ത് ഇവിടെ ഒന്നും എത്തിച്ചേരാൻ പറ്റുക. എളുപ്പമല്ല. വീട്ടിൽ പകൽ മുഴുവൻ കിടന്നുറങ്ങി 5 മണി ആയപ്പോൾ ഉടുത്തൊരുങ്ങി വന്നവരൊന്നുമല്ല. മനസ്സിലിങ്ങനെ ചിന്തിച്ചും ഒത്തിരി കാര്യങ്ങൾ ക്രമപ്പെടുത്തിയും അതിൻ്റെ പേര് ചില വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ടോ. ചിലപ്പോൾ വീട്ടിലുള്ള പലരും എതിർപ്പായിരിക്കും ഇങ്ങനെ ഒരു വചനം കേൾക്കാൻ പോയതിൽ പോലും. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ, അങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ വചനം ഒന്ന് പോയി കൂടണം, ആ വചനം കേൾക്കണം. ആ തോന്നൽ പോലും ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം നിങ്ങളിൽ തോന്നിപ്പിച്ചതാണത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കയറുകൊണ്ട് കെട്ടി ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞാലും അയാൾ കയറ് പൊട്ടിച്ചോണ്ട് ഓടും. ഇരിക്കാൻ പറ്റത്തില്ല ഇത്രയും മണിക്കൂറൊന്നും. ഇതിൻ്റെ അകത്തും പുറത്തും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോഴേ അയാൾ മടുക്കും. എന്നിട്ട് കിട്ടിയ വണ്ടിക്ക് വീട്ടിൽ പോലെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി അവിടെ കിടന്നുറങ്ങും. അപ്പോൾ നിങ്ങളിൽ ദൈവം സംസാരിക്കുന്നത് കൊണ്ടും ദൈവം ഇടപെടുന്നത് കൊണ്ടുമാണ് ഇത്രയും പേര് ഈ ആലയത്തിൽ വന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിനും ഒരു പദ്ധതി ഉണ്ടെന്നുള്ള തെളിവാണിത്. ദൈവം നിങ്ങളെ കാണുന്നുള്ളതിൻ്റെ അടയാളമാണിത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വാക്ക് മനസ്സിൽ ഓർക്കണം. ദൈവമേ,
നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാനും എൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ചെറിയൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ആ പ്രാർത്ഥന. ഒന്നും നിർബന്ധമില്ല കേട്ടോ. ഇവിടെ ഇരിക്കണം, കൃത്യമായി കൂടണം, 9:30-ക്ക് ശേഷമേ പോകാവുള്ളൂ, ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലൊരു പ്രചോദനമുണ്ട്, എനിക്ക് നീ വചനം കേട്ട് ശരിക്കും പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലായതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആരും പോകത്തില്ല, കാരണം ദൈവമാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നരുതേ എന്ന്. നിങ്ങൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എനിക്കും അത് വിഷമമാണ്. കാരണം എനിക്കൊന്നും നഷ്ടമാകുമായിട്ടല്ല, എൻ്റെ മനസ്സിലൊരു തോന്നൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചു. ഞാൻ ഒരു ദിവസം കുറേ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്ത് ക്ഷീണം കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത്. അത്രയും മടുത്തിരുന്നു ആ ദിവസം. പക്ഷെ അന്ന് വൈകുന്നേരം കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഒരു ചിന്ത ഇങ്ങനെ വന്നു. ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചതാണ്, നീ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല? ഞാനത് പൊതുവായിട്ടും അത് പറഞ്ഞു. പിന്നീട് എത്ര മടുപ്പുണ്ടെങ്കിലും, ചിലപ്പോൾ വലിയ ക്ഷീണമാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ മനസ്സിലൊരു അസ്വസ്ഥതയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നീ എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് ദൈവം എന്നോട് ചോദിച്ചാലോ? എന്നേക്കാൾ ഇഷ്ടം ദൈവത്തിന് നിങ്ങളെയാണ്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നേക്കാൾ ദൈവം സ്നേഹിക്കുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരെയുമാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഒരു കണക്കെടുത്താൽ ദൈവത്തിന് നിങ്ങളെ, ഒത്തിരി പേരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൻ്റെ ഒക്കെ താഴെയായിരിക്കും ഒരുപക്ഷെ എൻ്റെ സ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നാളെ ഒരു സമയത്ത് നാട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കും, ആ വ്യക്തി കരഞ്ഞുകൊണ്ട് വന്നതല്ലേ, ആ വ്യക്തി നിയോഗമായിട്ട് വന്നതല്ലേ, നീ എന്താ എൻ്റെ ആ പ്രിയപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? നീ എന്തിയെ ഒരു നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ ചോദിച്ചാലോ? അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അത്രയും പേർക്ക് വേണ്ടിയും ഞാനിവിടെ ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോഴും ഈ വചനം പറയുമ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നാളെ ഒരു നല്ല കുമ്പസാരം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പൊരു കാര്യം, ദൈവത്തിൻ്റെ വചനം ഒരാൾ ചുമ്മാ ചെവി കൊണ്ട് കേൾക്കുന്നു എന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. എന്നാൽ ആരാണോ ആ വചനം വിശ്വസിച്ചേറ്റെടുക്കുന്നത് ആ വ്യക്തിയിൽ ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെയാണ് ഒരാളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയില്ലേ, ഇന്നലെ എന്താണാവോ അച്ഛൻ പറഞ്ഞത്, എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഒരു വചനം പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ പള്ളിയുടെ മുറ്റത്തിട്ടിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മറക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വാഹനം കയറി 5 മിനിറ്റ് അപ്പുറത്തേക്ക് വീട്ടിൽ ചെന്ന് ഗേറ്റ് തുറക്കുക, വീട്ടിൽ ഇന്ന് എന്തുവാ എന്തേലും ഒരു വചനം, അയ്യോ ഇന്ന് എന്താണാവോ പ്രസംഗിച്ചത്, ഒന്നും ഓർക്കുന്നില്ല. ആ വചനം എന്താ നിങ്ങൾ ഓർക്കാതിരുന്നത്? പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ കേട്ട വചനത്തെ പെട്ടെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് മായ്ച്ചു കളയും. ആ വചനം നിങ്ങളിൽ എത്ര ശ്രമിച്ചാലും ഓർക്കാൻ കിട്ടത്തില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനവേലും എൻ്റെ മനസ്സിൽ ഇന്ന് തരണമേ, മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനമേലും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാന്നറിയാമോ ഇത് പറയാൻ കാരണം? ദൈവത്തിന് നിങ്ങളിൽ ഇരിക്കാൻ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഈ പള്ളിയിൽ കുറേ മരത്തിൻ്റെ ചെയർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, കുറേ കസേര മേടിച്ചിട്ടിട്ടുണ്ട്. അതാർക്കാണെന്നറിയാമോ? ഇവിടെ പള്ളിയിൽ വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇരിക്കാൻ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അവിടെ 25,000, 50,000, 1,00,000 രൂപയുടെ സെറ്റിയുണ്ട്. ഗസ്റ്റ് റൂമിൽ അതിനുള്ള സംവിധാനമുണ്ട്, ഇരിക്കാൻ സ്ഥലമുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ. അങ്ങനെയാണ് ചോദിക്കട്ടെ, ദൈവത്തിന്
എൻ്റെ അകത്ത് വസിക്കാൻ എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്കിരിക്കാൻ ഒരു കസേര വേണമെങ്കിൽ ദൈവത്തിനിരിക്കാനും ഒരു ഇരിപ്പിടം വേണം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം ഒരാൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ, അത് മറന്നു പോകാത്ത വിധത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ വച്ചാൽ, അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമായി മാറും. ആ വ്യക്തിയിൽ, ആ വചനത്തിലൂടെ ദൈവം ഇരുന്ന് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അതൊരാൾ അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പേരിന് ക്രിസ്ത്യാനികളാണ്. നമ്മുടെ വീട്ടിൽ 3, 4, 5 ബൈബിളുണ്ട്. പക്ഷെ നമുക്ക് വചനങ്ങളൊന്നും അറിയത്തില്ല. നമുക്കൊരു ധൂർത്തപുത്രൻ്റെ ഉപമ അറിയാം, ഒരു സക്കേവൂസിൻ്റെ കാര്യം അറിയാം. അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു കഥ പോലെ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ വചനങ്ങൾ വിശ്വസിച്ച് നമ്മളിൽ ഏറ്റെടുക്കുമ്പോഴാണ്, അത് നമ്മളിൽ ഇരിക്കുമ്പോഴാണ് ആ വചനത്തിൽ ദൈവം വസിക്കുന്നത്. ഇത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആർക്കാണെന്നറിയാമോ? മന്ത്രവാദിക്കാണ്, കൂടോത്രക്കാരനാണ്. നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അതിനൊരു ഉദാഹരണം വെറുതെ പറയാം. ഈ പ്രദേശമൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്ന, അങ്ങ് എൻ്റെ ഞാൻ താമസിക്കുന്ന നാടുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു മന്ത്രവാദിയായ ഒരു മനുഷ്യൻ, അയാളുടെ അടുത്ത് ഒരാൾ ചെന്ന് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എനിക്കിതേപോലെ ഒരു കാര്യം ചെയ്യണം, ഒരു മന്ത്രവാദം ചെയ്യണം. അയാൾ അതിനാവശ്യപ്പെട്ട തുക 10,000 രൂപയാണ്. 1-2 രൂപയല്ല, 10,000 രൂപ. 10,000 രൂപ കൊടുത്തപ്പോൾ ആ മന്ത്രവാദി അയാളോട് പറഞ്ഞു, ഇത് ഇത്രയും നീളമുള്ള ഒരു തകിടാണ്, അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങളത് തുറന്നു നോക്കണ്ട, അത് കൊണ്ടുപോയി അവൻ്റെ വീടിനകത്ത് എവിടെയെങ്കിലും സൗകര്യം പോലെ വച്ചേക്കുക. 10,000 രൂപയ്ക്ക് മന്ത്രവാദി കൊടുത്തു വിട്ടത് എന്നതാ ഇത്രയും നീളമുള്ള തകിട്, പിന്നെ ഏതാണ്ടൊക്കെയോ കുറച്ച് എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, വേറെ ഏതോ ഭാഷയിലാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മന്ത്രവാദം ചെയ്ത വ്യക്തി എന്തിനാണ് ആ വ്യക്തി, ആ കുടുംബത്തിന് ദോഷം വരാൻ വേണ്ടി ഒരു തകിട് കൊണ്ടുപോയി അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞത്? എന്തായിരിക്കും കാരണം? മന്ത്രവാദിക്കറിയാം, അയാൾ ആവാഹിച്ചു വിടുന്ന തിന്മയുടെ ശക്തിയെ ഈ തകിടയിൽ അയാൾ ഇരുത്തിയിട്ടുണ്ട്. അത് ആ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ആ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ശക്തി അവൻ്റെ കുടുംബത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നുള്ളൂ. അവൻ്റെ കുടുംബത്തിൽ ഇന്നു വരെയും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കോട് വഴക്ക്. ഇന്നലെ വരെയും അവന് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തു ചെയ്താലും അസ്വസ്ഥതകൾ വരുന്നു, ഉറക്കമില്ല. എന്നിട്ട് 4 പാട് നടക്കുവാണ്. എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് എന്തോ അസ്വസ്ഥതകൾ കയറി വന്നിരിക്കുന്നു. തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് ഒരു തകിടെ കൊണ്ട് അവിടെ വച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യമുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്. മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തി വേറൊരാളോട് പറഞ്ഞിരിക്കുകയാണ്, അയാളുടെ പെരത്തറ, വീട് പണിയാൻ തുടങ്ങുവാണ്, അയാളുടെ പെരത്തറ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പോയിട്ട് ഒരു ഇത്രയും നീളത്തിലൊരു കുഴി ഉണ്ടാക്കി അയാളുടെ പെരയുടെ തറയിൽ ഇത് കുത്തി ഇറക്കി വച്ചേരെ, അയാൾ അതിൻ്റെ പൊക്കത്ത് വീട് പണിതോളും. അയാളുടെ പച്ചക്കറി കടയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും സൈഡിൽ വെച്ചിട്ട് പോരെ. നിങ്ങൾ അയാളുടെ വണ്ടി ഒന്ന് ഓടിക്കാൻ മേടിക്കണം. നിങ്ങൾ വലിയ സുഹൃത്തുക്കളല്ലേ? അയാൾ മേടിച്ച് നിങ്ങൾ ആ വാഹനം ഓടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും കുത്തി കയറ്റി ഇത് വച്ചേക്കണം. ഒരാളുടെ വാഹനം, സ്വിഫ്റ്റ് കാറ് വർക്ക്ഷോപ്പിൽ പണിയാൻ ചെല്ലുമ്പോൾ 18 തകിട് അതിനകത്ത്, 18 തകിട്. വർക്ക്ഷോപ്പുകാരൻ ചോദിച്ചു, സാറേ ഇതെന്താ ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഈ വാഹനത്തിനകത്തുനിന്ന്? അതിൻ്റെ പല ഭാഗത്തും അവർ ശ്രദ്ധിച്ചില്ല. ആ വാഹനം പലരുടെ കയ്യിൽ ഓടിക്കാൻ കൊടുത്തിരുന്നു. ചേട്ടാ വണ്ടി ഒന്ന് തരാം, ഞാൻ എൻ്റെ ഇന്ന വീട്ടിൽ വരെ പോയിട്ട് നാളെ കൊണ്ടുതരാം കേട്ടോ, ഞാൻ അതിന് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വന്നോണ്ടാ. ഓരോ തരത്തിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നു. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഇതുപോലെ ഒരാൾ വിശ്വസിച്ച്, ഒരു വചനം വിശ്വസിച്ച് അത് മറന്നു പോകാത്ത വിധത്തിൽ അത് ആത്മാവിൽ നിക്ഷേപിക്കുമ്പോൾ ആ വചനത്തിൽ എൻ്റെ ദൈവം വസിക്കും. ആ വചനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് നിയമാവർത്തനം 28 മുഴുവൻ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയാൻ, ചുമ്മാ വചനം കേട്ടു പ്രാർത്ഥിച്ചു വീട്ടിൽ പോകരുത്. നിങ്ങൾ കേൾക്കുന്ന വചനം മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനമെങ്കിലും വിശ്വാസത്തിലെടുത്ത് ജീവിച്ചു നോക്ക്. ആ വചനത്തിലിരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കുന്ന ഒരു കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സ്വരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ബൈബിൾ 10 പ്രാവശ്യം വായിച്ചു തീർത്തു. അതൊരു ക്രെഡിറ്റ് ഓക്കെയാണ്, ഒരു ഭംഗി വാക്കായി ഇതെല്ലാം നല്ലതാണ്. എത്ര വചനങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് ഇന്നു വരെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വചനം പോലും എടുത്തിട്ടില്ല. ഇന്നു മുതൽ വചനം വിശ്വാസത്തിലെടുക്കുക. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. സത്യം പറഞ്ഞ വചനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആമുഖം പോലെ കരുതിയാൽ മതി. ഒരു അപ്പനും അമ്മയും, അവർക്ക് വലിയ പ്രായമൊന്നുമില്ല, അവരുടെ മകളെ ഒരു നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ആ വ്യക്തിക്ക് നേഴ്സാകണമെന്ന് വലിയ സ്വപ്നമുള്ള ഒരാളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് കയറിപ്പോണം, എൻ്റെ വീടിനെ രക്ഷിക്കണം എന്നൊക്കെ ആയിരുന്നു അവളുടെ സ്വപ്നം. അവൾ എപ്പോഴും വീട്ടിൽ പറയും, ഞാൻ നേഴ്സായിട്ട് ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അമ്മയും പപ്പയും ഒക്കെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറ്റി ആ രാജ്യം കാണിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ നേഴ്സിംഗ് പഠിച്ച പഠനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയുമായി ഇഷ്ടത്തിലായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതൊക്കെയാണോ വലിയ കാര്യം? പക്ഷെ ആ വ്യക്തി സ്നേഹിച്ചത് വിവാഹം കഴിച്ച് 2 മക്കളുള്ള ഒരു വ്യക്തിയെയാണ്. നേഴ്സിംഗ് പഠിക്കുന്ന ഈ പെങ്കൊച്ച് ഇപ്പോൾ പ്രേമിച്ചിരിക്കുന്നത് വിവാഹം കഴിച്ച് 2 മക്കളുള്ള ഒരു വ്യക്തിയെയാണ്. ഇവർ ഫോണിലൂടെ അയച്ച മെസ്സേജുകൾ പലതും ആ വ്യക്തിയുടെ ഭാര്യ കണ്ടു. ഇന്ന് ആ കുടുംബം ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അപ്പനും അമ്മയും വരുമ്പോൾ ആ മകളുടെ മുഖത്ത് ഒരു ദുഃഖവും ഞാൻ കണ്ടില്ല, നല്ല സന്തോഷമായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരു വലിയ വിഷയമാണ്, ഒരു ഭയങ്കര പ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു കുരുത്തക്കേടാണ് ഞങ്ങളുടെ മകൾ ഒപ്പിച്ചു വച്ചിരിക്കുന്നത്, ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പോൾ ആ അമ്മ പറഞ്ഞു, അച്ഛ, ഇവളെ നേഴ്സിംഗ് പഠിക്കാൻ വിട്ടതാണ്. ഇവൾ ഒരാളുമായി ഇഷ്ടത്തിലായി. ആ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ മരിച്ചാലും ആ വ്യക്തി ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും ഞാൻ ആ വ്യക്തിയെ മറക്കില്ല, ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവൾ ചോദിക്കുന്നു, എന്താണ് തെറ്റ്? എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ? അയ്യോ, ആ വ്യക്തി കല്യാണം കഴിച്ച് അയാൾക്കൊരു ഭാര്യയും 2 മക്കളുമുള്ളതാണ്, അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. അപ്പോൾ ആ അമ്മ ചോദിച്ചു, എടി നീ ചിന്തിച്ചു നോക്ക്, ആ വ്യക്തി ഒരു വിവാഹം കഴിച്ച ഒരാളാണ്. അതെനിക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ചത്. ഏതറിഞ്ഞുകൊണ്ട്? ആ വ്യക്തി വിവാഹം കഴിച്ചതാണെന്നും അവർക്ക് 2 മക്കളുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിച്ചത്. എന്തു പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അപ്പനും അമ്മയ്ക്കും തീരാ ദുഃഖം. അവൾ ഒരിക്കലും പിന്മാറുന്ന ലക്ഷണം എനിക്ക് തോന്നിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയില്ലെങ്കിൽ അറിയില്ലാത്ത തന്നെ പറയണമല്ലോ. നിങ്ങൾ എന്നേക്കാൾ നല്ല അറിവും അനുഭവമുള്ള ഒരാളുടെ അടുത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇവരോട് പറഞ്ഞിട്ട് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിസ്സഹായനായി നിന്ന് ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു ഓർമ്മ വന്നു. ഒരു വചനം എഴുതിയിട്ട്, ഒരു വചനം അതൊരു കടലാസിൽ എഴുതി ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 33 പ്രാവശ്യം ഈ വചനം നിങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം ഒരു വാളാണെന്ന് കേട്ടിട്ടില്ലേ? വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. വചനമാകുന്ന ആത്മാവിന്റെ വാൾ, ദൈവവചനത്തിന് 2 തല വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് കേട്ടിട്ടില്ലേ? മൂർച്ചയുണ്ട്, വാളുമാണ്. പക്ഷെ ഇതെവിടെയെങ്കിലും എടുത്ത് അലമാരിക്കകത്ത് വെച്ചാൽ ഇതിന് ഗുണമില്ലല്ലോ. കത്തിയാണോ മൂർച്ചയുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പേഴ്സിനകത്ത് കയറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എടുക്കേണ്ട സമയത്ത് എടുക്കണം, പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കണം. അത് വാളാണെങ്കിൽ അത് ചിലപ്പോൾ അത് വീശേണ്ടി വരും, ചിലപ്പോൾ അതുകൊണ്ട് മുറിക്കേണ്ടി വരും, ചിലപ്പോൾ അതിന് പല കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ട് ഞാനൊരു വചനം എഴുതിയിട്ട് അത് എഴുതിയത് തന്നെ
ഒരു പേപ്പറെ പോലുമല്ല, അവിടെ വിരിച്ചിട്ടിരുന്ന ന്യൂസ് പേപ്പറിൻ്റെ താഴെയുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ടല്ലോ, ഒരു വൈറ്റ് കളറിൽ ഒരു സ്പേസ് ഉണ്ട്. എല്ലാ ന്യൂസ് പേപ്പറിൻ്റെയും താഴ്ഭാഗത്തുള്ള ചെറിയ ഭാഗത്ത് എഴുതി കൊടുത്തിട്ട് അത് വലിച്ചു കീറിയിട്ട് ഞാൻ ചേച്ചി എനിക്ക് അറിയത്തില്ല, ഇത്രയൊക്കെ ഉപദേശിക്കാനും പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. ഈ വചനം എഴുതി കൊടുത്തിട്ട് ചേച്ചി കുറച്ച് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഒരു വാള് പോലെ എടുക്ക്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനത്തിലൂടെ ദൈവമേ അവളുടെ മനസ്സിൽ ഒരു നല്ല ചിന്ത കൊടുക്കണം, മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് അവളോട് പറഞ്ഞു. അവർ കേട്ടിട്ടില്ല ഇത്. ആ വചനം കൊടുത്തപ്പോൾ ആ അമ്മയും അപ്പനും അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ആ മകളോട് ഒരു കാര്യം പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, പക്ഷേ ഇത്രയും സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നോട് പറഞ്ഞു. ആ വ്യക്തി വിവാഹം കഴിച്ച ഒരാളാണ്, ഭാര്യയും മക്കളുള്ള ഒരാളാണ്, അറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നു നീ എങ്കിലോ നീ എന്നാ ചെയ്തേനേമെന്ന് ചോദിച്ചു. ആ വ്യക്തിയുടെ ഭാര്യ ഇന്ന് നീ ആയിരുന്നെങ്കിലോ, നിന്റെ ഭർത്താവിനെയാണ് വേറൊരു പെൺകുട്ടി സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകും എന്ന് ഞാൻ ചോദിച്ചു. അതിന് ആ വ്യക്തി ഒരു മറുപടിയും തന്നില്ല. ഇവർ പോയി. ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പോലും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല ആ ദിവസം. അപ്പം എനിക്ക് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ എന്തായെന്ന് അറിയണമെന്നൊരാഗ്രഹം. പക്ഷേ നമ്പറൊന്നുമില്ല, കോണ്ടാക്റ്റ് ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അപ്പൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എന്തോ എനിക്ക് ഇന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. എന്തിനാ വന്നതെന്നറിയാമോ? ആ മകൾക്ക് വേണ്ടി ഒരു വചനം ആ വിശ്വാസത്തിലെടുത്ത് ഒരു വാള് പോലെ എടുത്ത് അത് ആ മകളുടെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ 2-3 ദിവസം ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, അവിടെ കിടക്കട്ടെ, പട്ടിണി കിടക്കട്ടെ എന്ന് അവരും വിചാരിച്ചു. പട്ടിണി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവർ നിർബന്ധിക്കാൻ പോയില്ല. പക്ഷെ ആ മകൾ അമ്മയോടും അപ്പനോടും വന്നിട്ട് പറഞ്ഞൊരു മറുപടി ഇതാണ്: ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു, എൻ്റെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ ഒരു ചമ്മലും ഒരു നാണവും തോന്നുന്നു. അപ്പം ഞാൻ 1 മണിക്കൂറല്ല ഒത്തിരി സമയം ഇരുന്ന് ഉപദേശിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാതിരുന്ന വ്യക്തി ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ചുക്കും നടന്നില്ല. ആ അപ്പനും അമ്മയും വിചാരിച്ച് ഇപ്പോൾ എല്ലാ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിച്ച് വന്ന പാവം അവർ സങ്കടത്തോടെ ഇറങ്ങിപ്പോയത്. പക്ഷേ ഒരു വചനം വിശ്വാസത്തിലെടുത്ത് ആ മകളെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിനെ ദൈവം മാറ്റം വരുത്താൻ തുടങ്ങി. ആമേൻ. നമുക്ക് അകത്ത് കയറി ഒരാളിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ വചനത്തിന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അസ്ഥിയിലും മജ്ജയിലും തുളച്ചു കയറും. അത്രയും ശക്തിയുള്ള വചനം. നമ്മൾ പലരും ആ വചനത്തിൻ്റെ ശക്തിയോ വിലയോ അറിഞ്ഞിട്ട് പോലുമില്ല. കയ്യിലൊരു ബൈബിളുണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ഒരു ബൈബിൾ വച്ചിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ആ വചനത്തിൻ്റെ ശക്തി അറിയാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടാൻ തുടങ്ങും. അത് അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ അനുഗ്രഹമായി അത് മാറും. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ ഉള്ള ഒരാളല്ല കേട്ടോ. ഞാൻ സാധാരണ രീതിയിലെ സെമിനാരി പഠിച്ചിട്ടുള്ളൂ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്കതിനെ വലിയ ജ്ഞാനമൊന്നുമില്ലാതെ നീ ബൈബിൾ പ്രസംഗിക്കുന്നത്, നീ പോയി കുറച്ചുകൂടെ ബൈബിളൊക്കെ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ബൈബിൾ പഠിച്ചത് എൻ്റേതായ രീതിയിൽ ഞാൻ വായിച്ചു, എൻ്റെ ജീവിതവുമായി ഞാൻ ക്ലബ് ചെയ്തു. അപ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായത്. ഇതുപോലെ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കിണറ്റിലോ ഒരു കുളത്തിലോ ഒരു കല്ലെടുത്തിട്ടാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? നിറയെ ഓളങ്ങളുണ്ടാകും. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മേലോ പ്രയാസത്തിൻ്റെ മേലോ ഏതു കാര്യത്തിൽ നിങ്ങൾ ഇട്ടാലും അവിടെയും ആ വചനത്തിൻ്റെ ഓളങ്ങൾ ഉണ്ടാകും. അത് സൗഖ്യമായും നന്മയായും വിടുതലായും ആ ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. മനുഷ്യന്റെ ബുദ്ധിക്കും ശക്തിക്കും കഴിയാത്തത് ദൈവം നമ്മുടെ ഭവനത്തിൽ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ലഭിക്കും ഓരോ സാക്ഷ്യങ്ങൾ.
അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഞാനൊരു വചനം വായിക്കുകയാണ്. ആ വചനം വായിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 27-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യം വളരെ വേഗത്തിലൊന്നും അല്ല പറയാൻ പോകുന്നത്. വളരെ സ്പീഡ് കുറച്ച് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹം. സ്കൂളിൽ അധ്യാപകർ പോർഷൻ തീർക്കുന്നത് പോലെ ഓടിച്ചിട്ട് തീർക്കത്തില്ല. ഒരു വചനമേ പ്രസംഗിക്കാൻ പറ്റിയുള്ളൂ. അത് മതി ആ വ്യക്തിയുടെ വിടുതലിനും അനുഗ്രഹത്തിനും. എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത് ദൈവവചനം ഉയർത്തിയത് കൊണ്ടാണ്. ഒരു കാര്യം പറയട്ടെ, ദൈവവചനത്തെ ഉയർത്തിയവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ദൈവവചനം ഉയർത്തിയവരെ ഒക്കെ ഏത് കൂലിപ്പണിക്കാരനാണേലും ദൈവം അവനെ ഉയർത്തിയിട്ടുണ്ട്. ദൈവത്തെ ഉയർത്തിയവരെ ദൈവം എവിടെയും താഴ്ത്തില്ല. ദൈവത്തെ ഉയർത്തിയവരെ ദൈവവും ഉയർത്തും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും, ബഹുമാനിക്കും, അംഗീകരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ഈ വചനത്തിലേക്കൊന്ന് വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ്. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. ഒരു വാക്യമാണ്. അന്ന് ഏത് മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാ? മനോഹരമായ അഡ്ജക്റ്റീവാണ്. മനോഹരമായ മുന്തിരിത്തോട്ടം. ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? അന്ന് ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. അങ്ങനെയല്ല. കാടും ആരും നോക്കാതെ ശ്രദ്ധിക്കാതെ കിടന്ന മുന്തിരിത്തോട്ടമല്ല. പിന്നെ എങ്ങനത്തെ മുന്തിരിത്തോട്ടമാണ്? മനോഹരമായ, ഒന്ന് പറഞ്ഞേ, മനോഹരമായ മുന്തിരിത്തോട്ടം. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബം ഒന്ന് മനോഹരമായ ഒരു കുടുംബമായിരുന്നെങ്കിൽ, എനിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആരോഗ്യം നല്ലതായിരുന്നെങ്കിൽ, എൻ്റെ ബിസിനസ്സൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരുന്നെങ്കിൽ. ഈ മനോഹാരിത കൊണ്ടുവരുന്നത് ആരാണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എപ്പോഴാണ് അതൊരാൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നും എഴുതിയിട്ടുണ്ട്. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട്. അത് മനോഹരമാകാൻ കാരണം എന്താണെന്ന 3-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു. വായിക്കാം. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അപ്പോൾ ആര് സൂക്ഷിക്കുന്നത് കൊണ്ടാ ആ മുന്തിരിത്തോട്ടം മനോഹരമായത്? അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവായ ഞാനാണ് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അത് മനോഹരമായത് നിൽക്കാൻ കാരണം. ഹല്ലേലൂയ. ഒരാൾക്ക് നല്ല വീട്, നല്ല കാറെല്ലാം ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരുപാട് കാറുണ്ടല്ലേ? നേരത്തെ കണ്ടപ്പോൾ വേറൊരു കാറിലാണല്ലോ കണ്ടത്, ഇപ്പോൾ കാണുമ്പോൾ വേറൊരു കാറ്, ഇന്നാൾ പട്ടണത്തിൽ വെച്ച് കണ്ടപ്പോൾ മറ്റൊരു കാറ്. എനിക്ക് 3-4 കാറുണ്ട്. പക്ഷെ എൻ്റെ കാറ് കണ്ടോണ്ട് ഞാൻ സന്തോഷവാനാന്ന് പറയരുത്. ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായി എന്നറിയാമോ? എൻ്റെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. എനിക്ക് കാറ് ഭംഗിയുള്ളതാ, പക്ഷെ എൻ്റെ ജീവിതം ഭംഗിയുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയാക്കുന്നത് സാലറിയോ കഴിവോ ബുദ്ധിയോ ശക്തിയോ സ്വാധീനമോ അല്ല, ദൈവത്തിൻ്റെ കടാക്ഷമാണ്. ദൈവം സൂക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഭവനം മനോഹരമായി മാറുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ബൈബിൾ എഴുതിയിരിക്കുകയാണ് ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം. ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളും ഇത് സൂക്ഷിക്കണം. നിങ്ങളുടെ വീട് മനോഹരമായ വീടാകണം. വീട്ടിൽ കിടന്ന് ബഹളവും ഒച്ചപ്പാടും വഴക്കും സംശയവും ഒച്ചപ്പാടും നിലവിളിയും, അപ്പുറത്തെ വീട്ടുകാർ പറയുന്നു മിക്ക ദിവസവും അവിടെ കിടന്ന് വഴക്കാം. അതൊന്നുമല്ല നമ്മളിൽ നിന്ന് കേൾക്കേണ്ടത്. നിങ്ങളുടെ വീടിനെ നോക്കി അറിയുന്നവർ പറയാൻ ഇടയാകണം, എന്തു നല്ല ദൈവാനുഗ്രഹമുള്ളൊരു വീടാത്, എന്ത് നല്ല മക്കളാണ് ആ മാതാപിതാക്കളുടേത്. ശരിക്കും ദൈവാനുഗ്രഹം തന്നെയാകട്ടോ. അത് മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് പോലും അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങൾ പല കാരണത്താൽ ദുഃഖിക്കുന്നവരാണ്. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്.
നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ദുഃഖം നിങ്ങളുടെ അകത്ത് വല്ലാതെ നിങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കൂ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയത്? പോയി മരിച്ചാലോ? എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? എന്നാൽ പുറമേ കാറിൽ കാണുമ്പോഴോ സന്തോഷമുള്ള മുഖം, നല്ല വസ്ത്രം, കഴുത്തിലും കാതിലും ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ആ വ്യക്തി സ്വർഗത്തിലാണെന്ന്. ഓ, എന്ത് ഭാഗ്യമുള്ള ആളാ ആ വ്യക്തി, എന്ത് നല്ല വീടാ, എന്ത് നല്ല വസ്ത്രമാ ധരിച്ചു നടക്കുന്നത്. പക്ഷെ ആ വ്യക്തി കാണാനും പ്രാർത്ഥിക്കാനും വരുമ്പോൾ സങ്കടം കൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ കരയുന്നു. അപ്പോൾ ചോദിക്കുന്നു, അയ്യോ, നിങ്ങൾക്ക് ഇത്ര സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അടുത്തിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ആ വ്യക്തിയെ മാറ്റി നിർത്തി, ആ മരത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ പറയും, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം, ഭയങ്കര സങ്കടമാണ്, ഒത്തിരി നാളായി ഒരു സമാധാനത്തോടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആകെ ടെൻഷനാണ്, മക്കളെ ഓർത്തിട്ട്, ഭാര്യയെ ഓർത്തിട്ട്, ഭർത്താവിനെ ഓർത്തിട്ട്, സാമ്പത്തികം ഓർത്തിട്ട് ടെൻഷനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട് മനോഹരമാകണമെന്ന്, സന്തോഷമാകണമെന്ന്? അത് ദൈവം നിങ്ങളെ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ഈ അനുഗ്രഹം കയറി വരാൻ തുടങ്ങുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനോഹരമാകാൻ ദൈവം എന്തെല്ലാം ചെയ്യുന്നു എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. ബൈബിളിൽ വീട്ടിൽ ചെന്ന് നോക്കണം. നിരന്തരം എന്ന ഒരു വാക്ക് എൻ്റെ ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അതോ നിങ്ങളുടെ ബൈബിളിൽ ആ വാക്കുണ്ടോ എന്ന് നോക്കണം. ഗൗരവമുള്ളൊരു വാക്കാണ്. ദൈവം എങ്ങനെയാ സൂക്ഷിക്കുന്നത്? ഞാൻ അതിനെ നിരന്തരം നനയ്ക്കും. എന്താ നിരന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം? ഇന്ന് നനച്ചു, അടുത്ത ആഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച നനച്ചു, പിന്നെ ഓർത്തില്ല, പിന്നെ അടുത്ത മാസം നനച്ചു, അങ്ങനല്ല. നിരന്തരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിവസവും. നിങ്ങൾ ദൈവമാണ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ നിരന്തരം നനയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഓർക്കും, എന്തിനാ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ദൈവം സൂക്ഷിക്കണോ? ദൈവം എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കണോ വേണ്ടയോ? ശ്രദ്ധിച്ചോ, ഒരു അധ്യാപകനും അയാളുടെ ഭാര്യയും, അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സാലറി ഉണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എൻ്റെ കൊച്ചുങ്ങളാണെങ്കിൽ എൻ്റെ സ്കൂളിലെ കോളേജിലൊക്കെ ഏറ്റവും നല്ല ടോപ്പ് റാങ്കുകാരാണ് എന്നെല്ലാം വലിയ വീരവാദം പറഞ്ഞ് നടന്ന വ്യക്തിയുടെ മൂത്ത മകനാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. പേര് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. കോളേജ് അധ്യാപകൻ്റെയും അവരുടെ ഭാര്യയും അധ്യാപികയാണ്, അറിയപ്പെടുന്ന കുടുംബമാണ്. പക്ഷെ അവർക്ക് വിശ്വാസമൊന്നുമില്ല, അവർ ധ്യാനത്തിനൊന്നും പോകത്തില്ല. അവർ ധ്യാനത്തിന് പോകുന്നവരെ കണ്ടാൽ പറയും, എൻ്റെ സുഹൃത്തെ, ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് നിങ്ങളെപ്പോലെ ധ്യാനം കൂടിയിട്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ വീട് കണ്ടോ, സൗകര്യമുള്ള വീട്, അത് നിങ്ങളെപ്പോലെ ഇങ്ങനെ ബളബള അടിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ ഇതൊക്കെ കിട്ടിയത്. ഞങ്ങളൊന്നും എവിടെയും ധ്യാനത്തിന് പോകാറില്ല. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? അങ്ങനെ പള്ളിയിൽ പോകുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കും, ദൈവം ഇവരൊക്കെ പള്ളിയും പോവുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല, രണ്ടുപേർക്ക് ജോലിയുണ്ട്, ഒരു ജലദോഷം പോലും വരുന്നുമില്ല, മക്കളാണെങ്കിൽ ഏറ്റവും നല്ല മാർക്കും. നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് മക്കളാണെങ്കിൽ പഠിക്കുന്നുമില്ല, ഒരു സ്ഥലത്ത് ഒരു സന്തോഷവും. പലരുടെയും വിശ്വാസമൊക്കെ പോകും ഇവരുടെ ജീവിതമൊക്കെ കാണുമ്പം. പക്ഷെ മകനെ പറഞ്ഞു, എനിക്ക് എന്തായാലും മമ്മി എനിക്ക് ബാംഗ്ലൂർ പോയി എനിക്ക് പഠിക്കണം, ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണം, എനിക്ക് അവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 6 മാസം കഴിയുന്നതിന് മുമ്പ് കർണാടകയിൽ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ട മകനെ 6 മാസം കഴിഞ്ഞ് പേപ്പറിലൊരു വാർത്ത വരികയാണ്, മലയാളിയായ ഒരു വിദ്യാർത്ഥിയെ തമിഴ്നാട് പോലീസ്, തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്, തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുന്ന ബസ്സിൽ നിന്ന് പോലീസ് പിടികൂടി. തമിഴ്നാട്ടിൽ വെച്ച് കർണാടകയിൽ മലയാളിയായ മകനെ കർണാടകയിൽ പഠിക്കാൻ വിട്ട ആൾക്കാർ കേൾക്കുന്നത് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ്. എന്തിന്? നിസാര കേസിനല്ല, മാരകമായ ലഹരി വസ്തുക്കളുമായി. ഇപ്പോൾ ആ അമ്മ നാട്ടിൽ മുഴുവൻ നടന്ന് എന്നോടടക്കം പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാൻ മറക്കല്ല് കേട്ടോ. അതിലെ പോകുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥനക്കാരനാണെങ്കിൽ ആ ചേച്ചി പറയും, ചേട്ടാ എൻ്റെ കുടുംബത്തെ മറക്കല്ല് കേട്ടോ, ഞങ്ങൾ അത്രയും വലിയ പ്രശ്നത്തിലാണ്. ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു ഡയലോഗ്, 10-22 വർഷം ദൈവത്തെ വിളിക്കാതിരുന്നതിൻ്റെയും പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെയും കുറവ് എൻ്റെ മക്കൾക്ക് 10-20 വയസ്സായപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് വഴിയെ പോകുന്നവരോട് മുഴുവൻ പ്രാർത്ഥന ചോദിക്കും. ഇനി അവരോട് പ്രാർത്ഥന ചോദിക്കേണ്ട, എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, മറന്നേക്കല്ല് കേട്ടോ.
എൻ്റെ കുടുംബത്തെ അറിയാലോ, അച്ഛൻ അറിയാലോ, പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇപ്പൊ എന്താ പ്രാർത്ഥിക്കണോ നീ ബോധം ഉണ്ടായത്? വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല. ആ വ്യക്തി അതിനുശേഷം തമിഴ്നാട് പോലീസിന്റെ നല്ല അടി കിട്ടി. ശരീരം നല്ല മിടുക്കനായിരുന്ന മനുഷ്യൻ ഇന്ന് ആകെ മെലിഞ്ഞു. ഇന്ന് ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ അറിയുന്നിടത്തോളം കാലം അവൻ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. വിദ്യാഭ്യാസം മുടങ്ങി. സ്വാധീനമുള്ളത് കൊണ്ടും പണമുള്ളത് കൊണ്ടും ഇറക്കിക്കൊണ്ടുവന്നു. പക്ഷെ തമിഴ്നാട് പോലീസിന്റെ നിസ്സാര അടിയല്ല, കടികട്ടിയായ അടി, നല്ല മർമ്മത്തിനിട്ട് കിട്ടി. ആളുടെ ബോഡി വീക്കായി പോയി, ക്ഷീണമായി പോയി. ഇപ്പം നല്ലപോലെ അങ്ങ് മെലിഞ്ഞ് കവളക്ക് ഒട്ടിപ്പോയി. 6 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയി. ഇപ്പോഴാ പറയുന്നത് കുറെ മാർക്ക് കിട്ടി, കുറെ വീട് വെച്ചു, കുറെ ജോലി കിട്ടി, കുറെ ബാങ്കിൽ കുറെ പണമുണ്ട്, മിറ്റം ഇന്റർലോക്ക് ചെയ്തു, 3 വണ്ടിയാ മിറ്റത്ത് കിടക്കുന്നത്, ജീവിതം എല്ലാം ആയി എന്ന് പറയട്ടെ. തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ദൈവം നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോഴേ നിന്റെ ജീവിതം മനോഹരമാകത്തുള്ളൂ. എന്നാ മിടുക്കനാന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ അറിയാം എത്രയോ പൈസക്കാരുടെ മക്കളാണ് ഇന്ന് ആകെപ്പാടെ ഡിസോർഡറായി അവരുടെ കുടുംബത്തിന് ശാപം പോലെ നിൽക്കുന്നത്. അവർ പറയുന്നത് ഒത്തിരി സമ്പത്തൊന്നും വേണ്ടായിരുന്നു, എൻ്റെ മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, അവരൊന്നും ഒരു സന്തോഷം ഒരു സങ്കടം അറിഞ്ഞിട്ടില്ല. ഇത്രയും സമ്പത്ത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന സമ്പന്നരെ എനിക്കറിയാം. ലക്ഷങ്ങളുണ്ട്, പക്ഷേ മക്കളൊന്നും അവരുടെ കൺട്രോളിലല്ല. മക്കൾ പറയുന്നു അപ്പൻ്റെ അമ്മയുടെ സ്വത്തും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളതായ രീതിയിൽ പൊക്കോളും. ആകെ തകർന്നു പോയ കുടുംബങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് കിട്ടണോ? ദൈവം നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണമോ? അതിന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പണം നടത്തണം, വിശ്വസിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കണമേ എന്ന്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു, നല്ല എക്സർസൈസ് ചെയ്തു, എൻ്റെ ആരോഗ്യം ഓക്കെ ആണെന്ന് പറയരുത്. എൻ്റെ ശരീരത്തിനകത്ത് വല്ലോ മുഴയോ എന്തേലും വളരുന്നുണ്ടോന്ന് വല്ലോ അറിയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശരീരത്തിനകത്ത് വല്ല മുഴയുണ്ടോ, തലയ്ക്കകത്ത് വല്ല മുഴയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തേലും ഒരു വേദന വന്നു, ക്ഷീണം വന്നു, ആശുപത്രി ചെല്ലുമ്പോഴാണ് പറയണത് ഇന്ന ഹോസ്പിറ്റലിൽ പോ, പെട്ടെന്ന് ചെക്കപ്പ് എടുക്കണം, പെട്ടെന്ന് എക്സ്റേ എടുക്കണം, അത് ചെയ്യ്, ഇത് ചെയ്യ്, MRI ചെയ്യ്, പെട്ടെന്ന് അത് ബയോപ്സിക്ക് അയക്കണം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ശരീരത്തെ രോഗത്തിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിക്കണമേ. ദൈവം സൂക്ഷിച്ചാലേ നമ്മുടെ ജീവിതം മനോഹരമാകത്തുള്ളൂ. ദൈവം സൂക്ഷിക്കണം നമ്മുടെ സമ്പത്തിനെ, ആരോഗ്യത്തെ, ജോലിയെ, മക്കളെ. നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് മാറി മറ്റേതെങ്കിലും സ്ഥലത്ത് കോളേജിലോ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റുമോ? എന്നും നോക്കിയിരിക്കാൻ പറ്റുമോ അവരെന്ത് ചെയ്യുന്നു, ആരോട് കൂട്ടുകൂടുന്നു, ആരോട് മിണ്ടുന്നു, എന്ത് ഭക്ഷിക്കുന്നു, എന്ത് ധരിക്കുന്നു? നിങ്ങൾക്കറിയില്ല. ദൈവം സൂക്ഷിപ്പുകാരൻ ആയി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കത്തുള്ളൂ. നിങ്ങളുടെ കഴിവ് കൊണ്ടും സ്വാധീനം കൊണ്ടും സംരക്ഷിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, പരിധികളും പരിമിതികളുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ സൂക്ഷിക്കാൻ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവം സൂക്ഷിച്ചോളൂ, ദൈവം കരുതിക്കോളൂ എന്ന്. ദൈവം സൂക്ഷിക്കും. ദൈവം സൂക്ഷിക്കുമ്പോൾ അത് മനോഹരമാകാൻ തുടങ്ങും. അത് വീടായാലും ജീവിതമായാലും മനോഹരമാകും. അടുത്ത വാക്യം വായിക്കുകയാണ്, ഒന്നും കൂടെ ഞാൻ വായിക്കാം. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. അത് മനോഹരമായിരിക്കാൻ കാരണം എന്നാണ്? ബൈബിൾ പറയുന്നു, ഞാനാണ് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. സൂക്ഷിപ്പുകാരനാകണമെങ്കിൽ ഒരു കുഞ്ഞു കാര്യം, ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയുകയാണ്, ദൈവമേ എൻ്റെ ആരോഗ്യത്തെ നിന്റെ കരങ്ങളിൽ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ശരീരത്തെ ദൈവം സൂക്ഷിക്കാൻ തുടങ്ങിയും. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താലേ എന്ത് നടക്കത്തുള്ളൂ? ദൈവം സൂക്ഷിക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്, നിങ്ങൾ ഇവിടെ നിന്ന് പോയി ഒരു 5 മാസത്തേക്ക് കാനഡയ്ക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബക്കാരോട്, അല്ല ഏറ്റവും പ്രിയപ്പെട്ട അയൽവാസിയോട് പറയും, ഇതാ താക്കോല് കേട്ടോ, ഒന്ന് വീട് ഒന്ന് നോക്കിയേക്കണം കേട്ടോ, ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് അടിച്ചു വാരിയേക്കണം കേട്ടോ എന്നും പറഞ്ഞ് നിങ്ങൾ അവരുടെ കയ്യിൽ ആ താക്കോലടക്കം ഏൽപ്പിക്കും. അല്ലെങ്കിൽ വാഹനം നോക്കിയിട്ട് പറയും, ഒന്ന് സ്റ്റാർട്ടാക്കി ഒന്ന് വയ്ക്കണം കേട്ടോ.
എന്നിട്ട് ഇതാണ് കേട്ടോ താക്കോല്, ഞങ്ങളൊരു 5 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ, മോളുടെ അടുത്തേക്ക് പോവുകയാണ്, വിസയ്ക്ക് പോവുകയാണ്. നിങ്ങൾ പറയും വീടിൻ്റെ താക്കോൽ ഇതാണ്, കാറിൻ്റെ താക്കോൽ ഇതാണ്, വീട്ടിലൊരു പട്ടിയുണ്ട്, അതിന് ഒരു എല്ലാ ദിവസവും ഇച്ചിരി എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അപ്പുറത്തെ വീട്ടുകാരോട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കാൻ പറയുമ്പോഴേ അവരിതൊക്കെ ചെയ്യത്തുള്ളൂ. ആണോ അല്ലയോ? ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് നിങ്ങൾ പറയണം, എൻ്റെ കുടുംബ ജീവിതത്തെ നീ സൂക്ഷിക്കണമേ, എൻ്റെ ആരോഗ്യത്തെ നീ സൂക്ഷിക്കണമേ, എൻ്റെ മക്കളെ നീ സൂക്ഷിക്കണമേ, എൻ്റെ ആരോഗ്യത്തെ നീ സൂക്ഷിക്കണമേ, എൻ്റെ ബിസിനസ്സിനെ നീ സൂക്ഷിക്കണമേ. ദൈവം സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് മനോഹരമായി എന്നും അവിടെ നിലനിന്നുകൊള്ളും. അതൊന്നും കാട് പിടിച്ചു പോകത്തില്ല, അത് വൃത്തികേടാകത്തില്ല, അത് നശിച്ചു പോകത്തില്ല. കാരണം ദൈവമാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷീണമായോ? ഉറക്കം വരുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഒരു ധ്യാനവും ഏക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ശിശുതുല്യമായ ഹൃദയമുള്ള ഒത്തിരി പേരുണ്ട്. അതാ ചാടി മറുപടി പറഞ്ഞത്. എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നായാലും ഉറപ്പായിട്ട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഞാൻ ഓരോരുത്തർക്കും ഓരോ ശത്രുക്കളാണ്. ഓരോരുത്തർക്കും ദൈവം എന്തിനാ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് പറയാൻ പോവാ. ഓരോരുത്തർക്കും ഓരോ ശത്രുക്കളാണ്. എൻ്റെ ശത്രു ആരായിരിക്കും? എൻ്റെ ശത്രു തീർച്ചയായും വേറൊരു വൈദികനായിരിക്കും. ഒരച്ഛൻ്റെ ശത്രു മറ്റൊരച്ഛനായിരിക്കാം. ഒരു സിസ്റ്ററിൻ്റെ ശത്രു മറ്റൊരു സിസ്റ്ററായിരിക്കും. ഒരു പച്ചക്കറി കടക്കാരൻ്റെ ശത്രു മറ്റൊരു പച്ചക്കറി കടക്കാരനായിരിക്കും. ഒരു ജ്വല്ലറിക്കാരൻ്റെ ശത്രു മറ്റൊരു ജ്വല്ലറിക്കാരനായിരിക്കും. ആണോ അല്ലയോ? നിങ്ങൾ ഉദാഹരണം പറയാം. എനിക്ക് ഈ എറണാകുളം ടൗണിൽ ഒരു പച്ചക്കറി കടയുണ്ട്. ഞാൻ എപ്പോഴും നോക്കുന്നത് അപ്പുറത്തെ ജ്വല്ലറിയിലേക്കല്ല, ഞാൻ നോക്കുന്നത് അപ്പുറത്ത്, ആ റോഡിൻ്റെ അപ്പുറത്ത് കടയിട്ടിരിക്കുന്ന പച്ചക്കറി കടക്കാരൻ്റെ കടയിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് അയാളാ ശത്രു. എനിക്കപ്പുറത്ത് പലചരക്ക് കട നടത്തുന്നവരും സ്വർണ്ണ വ്യാപാരം നടത്തുന്നവരും മീൻ കച്ചവടം നടത്തുന്നവരും എൻ്റെ ശത്രുക്കളേ അല്ല. എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട അതേ ആളായിരിക്കും എൻ്റെ ശത്രു. ആണോ അല്ലയോ? പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ശത്രു അപ്പുറത്തെ അടുത്ത പഠിക്കാൻ നിൽക്കുന്ന, അത്രയും ടോപ്പ് നിൽക്കുന്ന അടുത്ത ആളായിരിക്കും ശത്രു. ഒരു ധ്യാന ഗുരുവിൻ്റെ ശത്രു മറ്റൊരു ധ്യാന ഗുരു ആകാം. ഇയാൾ പ്രസംഗിക്കുന്നു, അയാൾ പാട്ട് പാടുന്നു, അയാൾക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കാം. അതേ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അതേ ഫീൽഡിലുള്ളവരോട് ദേഷ്യവും വിഷമവും ശത്രുതയും വരുമോ ഇല്ലയോ? സ്വർണ്ണ കടക്കാരന് അപ്പുറത്തെ പച്ചക്കറി കടക്കാരന് ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുന്നുണ്ട്. അയാൾ ഒരു ടെൻഷനും അയാൾക്കില്ല. പക്ഷെ അപ്പുറത്തെ സ്വർണ്ണ വ്യാപാരിയുമായി ബന്ധത്തിൽ അയാളുടെ ബിസിനസ് വർദ്ധിക്കുന്നു, എൻ്റെ ബിസിനസ് താഴെയാകുന്നു. ദൈവം സൂക്ഷിച്ചാലുള്ള പ്രത്യേകത കേട്ടോണം. ഞാനിപ്പോൾ നന്നായിട്ട് പച്ചക്കറി കട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു പ്രാർത്ഥനയില്ല, ഒരു വിശ്വാസവും ഇല്ല, എനിക്ക് പള്ളി ആരാധന പ്രാർത്ഥന ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ പച്ചക്കറി നടത്തുന്ന ഒരാൾ എൻ്റെ ബിസിനസ് കണ്ട് അസൂയപ്പെട്ട് അയാൾ കുറച്ച് പൈസയുമായി ഏതോ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി എനിക്കെതിരെ അയാൾ ഏതോ മന്ത്രവാദമോ ഏതാണ്ടോ ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് ഭയങ്കര ക്ഷീണമായി. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടി. എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല. അയാൾ ഒരു മന്ത്രവാദം ചെയ്തപ്പോൾ എന്നെ അത് ബാധിക്കാൻ കാരണം എനിക്ക് ദൈവം സൂക്ഷിപ്പുകാരനല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ എന്നെ ദൈവമാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി പോയി അപ്പുറത്തെ മന്ത്രവാദിയുടെ അടുത്ത് മന്ത്രവാദം ചെയ്താലും എന്നെ അതൊരു ചുക്കുമേൽക്കത്തില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റത് എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും. നിങ്ങൾ മുഴുവൻ ശത്രുക്കളായാലും ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കയർ അന്വേഷിക്കുകയില്ല. ഈ ദേശത്ത് മുഴുവൻ എനിക്ക് തലപൊക്കി നടക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ പോയി മരിക്കാൻ പോവുകയാണ്, ഏതെങ്കിലും ഒരു വിഷം എടുത്ത് വായിലോട്ട് ഒഴിക്കാം, അല്ലെ ഒരു കയറെടുത്ത് മരത്തിലോട്ട് കെട്ടിത്തൂങ്ങാം, അങ്ങനെ ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ചിന്തിക്കും, ദൈവമാണ് എന്നെ സൂക്ഷിക്കുന്നത്. ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാനും വളരാനും തുടങ്ങുന്നത്. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയെ സൂക്ഷിക്കണമേ, എൻ്റെ മക്കളെ സൂക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കണമേ. ദൈവമേ, നീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സത്യമാണ്. ദൈവം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ചെയ്ത കാര്യം ദൈവം അതിനെ നിരന്തരം നനയ്ക്കും. അടുത്ത വാക്യം, ആരും നശിപ്പിക്കാതിരിക്കാൻ. ശ്രദ്ധിച്ചു കേട്ടോ,
ആരും എന്നൊരു വാക്കുണ്ട്. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിനു ചുറ്റും ഡേ ആൻഡ് നൈറ്റ്, രാപകൽ കാവൽ നിൽക്കും. ആര് കാവൽ നിൽക്കും? ദൈവം പറയുകയാണ്, നീ എൻ്റെ കരങ്ങളിൽ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഞാൻ രാവും പകലും ആരും നിന്നെ നശിപ്പിക്കാതിരിക്കാൻ ഞാൻ കാവൽ നിൽക്കുന്നു. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. ആര് പറഞ്ഞു? ബൈബിൾ പറയുന്നു. ആര് പറഞ്ഞു? ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി കാവൽ നിൽക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോ. അവിടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആരും എന്നെന്താ എഴുതിയിരിക്കുന്നത്? ആരും എന്ന് പറഞ്ഞാൽ അസൂയാലുക്കളോ, ശത്രുക്കളോ, അതോ മന്ത്രവാദക്കാരോ, കൂടോത്രക്കാരോ, അതും ഇതും വിളിച്ചു പറയുന്നവരോ? ആരും നിന്നെ നശിപ്പിക്കത്തില്ല. ആരും നിന്റെ കുടുംബത്തെ നശിപ്പിക്കത്തില്ല. ആരും നിന്റെ ഭാവിയെ നശിപ്പിക്കുകയില്ല. ആരും നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തകർക്കുകയില്ല. ആരും നിന്റെ കുടുംബത്തിൽ തകർച്ചയ്ക്ക് കയറി വരില്ല. കാരണം നിന്നെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. ആരും നശിപ്പിക്കാതിരിക്കാൻ ദൈവം പറയുന്നു, ഞാൻ അതിനു ചുറ്റും രാവും പകലും കാവൽ നിൽക്കും. അതിന്റെ പേരാണ് ദൈവത്തിന്റെ സംരക്ഷണം. ആവശ്യമുള്ളവരും ആഗ്രഹിക്കുന്നവരും കരങ്ങൾ ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇത് അകത്തും പുറത്തും ഉള്ളവർ ഇത് കേൾക്കുമ്പോൾ ഇത് ചുമ്മാ ഒരു വചനപ്രഘോഷണമായിട്ട് കേട്ടു പോകരുത്. ഇത് ചുമ്മാ ഒരു പ്രഭാഷണം പോലെ ഒരു ഒച്ചപ്പാടായിട്ട് കേൾക്കരുത്. ഒരു ഭംഗിവാക്കല്ല ഇത്. ബാലരമയിലെ ഒരു കഥ പറഞ്ഞതല്ല. പേപ്പറിൽ വന്നൊരു വാർത്ത ചുമ്മാ ആളുകളോട് പറഞ്ഞല്ല. ഇതേ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുകയാണ്. ആരും നിന്നെ നശിപ്പിക്കത്തില്ല, ദൈവം നിന്റെ സൂക്ഷിപ്പുകാരനാണെങ്കിൽ. ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, 4-ാമത്തെ വാക്യം. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ. അപ്പം മുളച്ചു വരും. മുള്ളുകളും മുൾച്ചെടികളും. ആ സെന്റൻസിന്റെ പ്രയോഗം നോക്കിക്കേ. മുളച്ചു വന്നാൽ അപ്പൊ വരും. അപ്പോൾ നമ്മൾ എന്താ ഈ മുള്ളും മുൾച്ചെടി ഓർക്കും? നമ്മളോർക്കും പറമ്പിൽ മുളയ്ക്കുന്നതാണെന്ന്. പക്ഷെ എഴുതിയിരിക്കുന്ന വാക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, മുള്ളിനോടും മുൾച്ചെടിയോടും മുളച്ചു വരുന്ന മുള്ളിനോടും മുൾച്ചെടിയോടും പൊരുതാൻ മാത്രം എന്നാ ഉള്ളത്? അത് കൈവിരൽ കൊണ്ട് ഇങ്ങനെ പീച്ചു കളഞ്ഞാൽ പോരെ? ഒരു മുള്ളും മുൾച്ചെടിയും ചെറുതിരിക്കുമ്പോഴേ അത് ഈ വിരൽ കൊണ്ടെടുത്ത് ദൂരെ കളയാനേ ഉള്ളൂ. പിന്നെ ഇതിനാ പൊരുതും എന്നെഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പേപ്പറിൽ വരുന്ന വാർത്ത, ഇസ്രായേൽ ഹമാസിനോട് പൊരുതുന്നു എന്നാണ്. ആരും മുള്ളിനോടും മുൾച്ചെടിയോടും പൊരുതാറില്ല. അപ്പോൾ ഇതൊരു ഭംഗിവാക്കായി കാണരുത്. മുള്ളിൻ്റെയും മുൾച്ചെടിയുടെയും സ്ഥാനത്ത് പലതുമുണ്ട്. തിന്മയുണ്ട്, ശത്രുവുണ്ട്, അന്ധകാര സ്വാധീനങ്ങളുണ്ട്. അതൊക്കെ നിന്നെ തകർക്കാൻ കഴിയത്തക്ക വിധം മുളച്ചു വരുമ്പോഴേ നിന്നെ സൂക്ഷിക്കുന്ന ദൈവം നിന്റെ കുടുംബത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുമെന്നല്ലേ ഇത് വ്യക്തമായി പ്രസംഗിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടെ, മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ദൈവം അതിനോട് പൊരുതും. അടുത്ത വാക്യം, ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഇനി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ 5-ാമത്തെ വാക്യം. അവയ്ക്ക് ഇത്രയുമാണ് ദൈവത്തിന്റെ സംരക്ഷണം. ഇത് എല്ലാവർക്കും, ഈ പള്ളി വരുന്ന എല്ലാവർക്കും ദൈവ സംരക്ഷണം ദൈവം കൊടുത്തു വിടുന്നു. ഒരു ചാക്കിൽ ദൈവീയ സംരക്ഷണം കൊടുത്തു വിടുന്നു പോലെ അല്ല എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയാണ്, അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്ത് കുന്ത്രാണ്ടമാണ്? അതെന്ത് സംഭവമാണ്? അത് കേട്ടിട്ടില്ലല്ലോ. സമാധാന ഉടമ്പടിയോ? നീ ഇവിടെ ഇരിക്കുന്ന ഈ ധ്യാനം കൂടുന്ന എല്ലാവർക്കും ദൈവ സംരക്ഷണം തരുമെന്നല്ല. നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണം വേണമെങ്കിൽ നിർബന്ധമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, തോന്നിയതുപോലെ ജീവിക്കാം, എന്തും വിശ്വസിക്കാം. ഈ പറഞ്ഞ ദൈവത്തിന്റെ സംരക്ഷണം നിനക്കോ നിന്റെ കുടുംബത്തിനോ വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ എന്നോട് എന്ത് ചെയ്യണം?
എന്നോട് സമാധാന ഉടമ്പടി. എന്താ ഈ സമാധാന ഉടമ്പടി? അതാണ് നമ്മൾ ഇന്നത്തെ പേരിൽ നമ്മൾ അറിയുന്നത് കുംഭസാരം എന്ന വാക്ക്. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ നിയോഗത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഒരു ഭംഗിക്ക് വേണ്ടിയല്ല, മനസ്സിൽ നിന്ന് ഒന്ന് ഓർത്ത് അതിനെക്കുറിച്ച് അനുതപിച്ച് ഏറ്റു പറയുമ്പോൾ ദൈവത്തോട് ഞാനും എൻ്റെ കുടുംബവും സമാധാന ഉടമ്പടിയിൽ ആകുന്നു. ഈ സമാധാന ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുക എന്ന് ഞാൻ പറഞ്ഞതല്ല, ഈ വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം ഈ വാക്യം. ഈ വാക്യം എഴുതിയിരിക്കുന്നത് നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്നോട് സമാധാന ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ ചെയ്യരുത്, നിർബന്ധമില്ല. ഈ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഈ വചനത്തിൽ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ തുടങ്ങും. ദൈവത്തോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ. അടുത്ത വാക്യം, ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും. അപ്പോൾ ഇനി കേൾക്കുന്ന വാക്യ കാര്യങ്ങളുടെ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമ്മൾ കേട്ടത് ദൈവം സംരക്ഷിക്കുമെന്നാണ്. ആരെ സംരക്ഷിക്കും? പാപത്തിൽ ജീവിക്കുന്ന ഒരാളെ സംരക്ഷിക്കുമെന്നല്ല, പാപം ചെയ്ത ഒരു വ്യക്തി തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് സമാധാന ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അവൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ തുടങ്ങും. ഈസ്റ്റർ ആയോണ്ട് ഞാൻ കുമ്പസാരിക്കുന്നു, ധ്യാനമായോണ്ട് ഞാൻ കുമ്പസാരിക്കുന്നു, ക്രിസ്മസ് ആയോണ്ട് ഞാൻ കുമ്പസാരിക്കുന്നു. ആ കുമ്പസാരത്തെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മളെല്ലാവരും കുമ്പസാരിക്കാറുണ്ട്. അവിടെ ഒരു അച്ഛൻ കുമ്പസാരക്കൂട്ടി ഇരിക്കുന്നു, എന്നാൽ പോയി കുമ്പസാരിച്ചേക്കാം. ഈസ്റ്റർ ആണ് കുമ്പസാരിച്ചേക്കാം, ക്രിസ്മസ് ആണ് കുമ്പസാരിച്ചേക്കാം. ധ്യാനമല്ലേ, ധ്യാനമായോണ്ടും ഈസ്റ്റർ ആയോണ്ടുമുള്ള കുമ്പസാരത്തെക്കുറിച്ച് അതൊരു കേവലം ഒരു പതിവും ചടങ്ങുമാണ് പലർക്കും. എന്നാൽ അതല്ല, ഒരാൾ എന്നാണോ സത്യസന്ധമായി, വാസ്തവത്തിൽ സത്യസന്ധമായി മനസ്സുകൊണ്ട് എളിമപ്പെട്ട ആ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ച് എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാനൊരു പാപിയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എൻ്റെ അറിവില്ലാത്ത കാലത്ത് എന്ന് പറഞ്ഞ് ആരാണോ സത്യസന്ധമായി തൻ്റെ പാപം ഏറ്റുപറയുന്നത്, ആ വ്യക്തി കണ്ടില്ലെന്നേ ഉള്ളൂ, അന്ന് മുതൽ ആ വ്യക്തിയെ ദൈവം സൂക്ഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഓർക്കണം, കാലേ കൊള്ളുന്ന മുള്ള് ഇത്രയും ചെറുതാണ്, പക്ഷെ തരുന്ന വേദനയോ ഭയങ്കരമാണ്. കാലേ കൊള്ളുന്ന മുള്ള് കാലയിലല്ലേ കൊണ്ടുള്ളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പഴുത്ത് അത് വലിയ പ്രശ്നമാവും. നിസ്സാര പാപമാണെങ്കിലും ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയണം. നിങ്ങൾ എല്ലാ മതത്തിലും ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ, ഞാൻ അങ്ങ് കഴിഞ്ഞ മാസങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടു, ചെരുപ്പിടാതെ ഓരോ ആളുകൾ ചെരുപ്പ് പോലും ഇടാതെ ചുട്ടുപഴുത്ത് പൊള്ളുന്ന ടാറിംഗ് റോട്ടിലൂടെ വയനാട്ടിൽ നിന്ന് ഇങ്ങ് അവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി നടന്നു പോകുന്നു. കാണുമ്പോൾ തന്നെ വിഷമം. എന്തിനാ അവർ നടക്കുന്നറിയാമോ? അവരുടെ പാപത്തിന് അവർ നടന്ന് പരിഹാരം ചെയ്ത് ജീവിത വിശുദ്ധീകരണം നേടിയെടുക്കുവാണ്. ഉപവാസമെടുത്ത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെച്ച്. ഞങ്ങൾ കോഴിക്കോട് പ്രദേശത്ത് ഒരു സ്ഥലത്ത് ഹോട്ടലിൽ ചെല്ലുമ്പോൾ അത് ഹൈന്ദവ മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരാളെ നിർത്തിയിരിക്കുകയാണ്. ആ ഹോട്ടൽ ഇടിച്ചു കുത്തിയ ആളാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ കയറി ചെല്ലുന്ന പാടെ എല്ലാവരോടും പറയുകയാണ്, ഇപ്പോൾ മലയ്ക്ക് പോകുന്ന സമയമാണ്, നോമ്പ് കാലമാണ് ഞങ്ങളുടേത്, ഇവിടെ ഇറച്ചിയോ മാംസമോ മത്സ്യമോ ഇല്ല കേട്ടോ, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഈ ഹോട്ടലിലുള്ളൂ. എന്നിട്ടും ആളുകൾ ഇടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഒരു ഹോട്ടലാണ്, നമ്മൾ പറയുമോ? അവർ പറയുകയാണ്, ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ, പോകുന്ന ആളുകൾ കയറുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഈ ഹോട്ടലിൽ ഇറച്ചി മീനും കൊടുക്കത്തില്ലെന്ന്. വരുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഒരാളെ ആ ഹോട്ടൽ ഉടമ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വെജ് മതി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന നമ്മളാണ് പ്രിയപ്പെട്ടവരെ വില കൊടുക്കാത്തത്. ദൈവസന്നിധിയിൽ വില കൊടുക്കുന്ന ജീവിതങ്ങളെ ദൈവം ഉള്ളംകൈയിൽ എന്ന പോലെ സംരക്ഷിച്ചിരിക്കും. ആമേൻ.
കൈവെള്ളയിൽ എന്ന പോലെ ദൈവം സൂക്ഷിക്കും. എൻ്റെ കണ്ടുപിടുത്തമല്ല, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇനി കേൾക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, വേഗത്തിൽ പറയാം. ദൈവത്തോട് ഇങ്ങനെ പാപം ഏറ്റുപറഞ്ഞ ഒരാൾ അടുത്താൽ ആ വ്യക്തി തകരുമോ, ആ വ്യക്തി വിജയിക്കുമോ? 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും. ദൈവത്തോട് ഇതുപോലെ അനുദപിച്ചേറ്റു പറഞ്ഞാൽ ആ വ്യക്തി കരിഞ്ഞു പോകുന്നോ, തകർന്നു പോകുന്നോ അല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ആ വ്യക്തി വേര് പിടിക്കും. എവിടെയൊക്കെ? ആ വ്യക്തി എന്തു ചെയ്യുന്ന ആളാണോ അതിൽ അയാൾ വിജയിച്ചിരിക്കും. ആ വ്യക്തി ബിസിനസ് ചെയ്യുന്ന ആളാണോ, ആ വ്യക്തി പഠിക്കുന്ന ഒരാളാണോ, ആ വ്യക്തി ഒരു അധ്യാപകനാണോ, ആ വ്യക്തി ഒരു കൃഷിക്കാരനാണോ, ആ വ്യക്തി ഒരു ശുശ്രൂഷകനാണോ, അവരെന്തു ചെയ്താലും അത് വേര് പിടിക്കും. ദൈവത്തോട് സമാധാന ഉടമ്പടിയിൽ കഴിയുന്നവൻ ചെയ്യുന്നത് വിജയിച്ചു വരും. ദൈവവചനം പറയുന്നു, അവൻ വേര് പിടിക്കും. അടുത്തത്, ഇസ്രായേൽ പുഷ്പിക്കുകയും, ഇസ്രായേൽ പുഷ്പിക്കും, അത് പൂക്കും. അടുത്തതോ, ശാഖകൾ വിരിയിക്കുകയും, ശാഖകൾ വിരിയും. അടുത്തത്, അടുത്തത്, ഭൂമി മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഭൂമി മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. അത് പ്ലസ് ആയിട്ടുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. എപ്പോൾ? ദൈവത്തോടൊരു വ്യക്തി സമാധാന ഉടമ്പടിയിൽ കഴിയുമ്പോൾ. ഇനി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഈ ദൈവവചനത്തിലെ ഓരോ വാക്കുകളുമാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ഈ മണ്ണിൽ ഇറങ്ങുന്നത് പോലെ ഈ വചനം നിങ്ങളിൽ ഇറങ്ങിയാൽ, നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ, നാളെ ഒരു കുമ്പസാരം അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എന്നാണ് കുമ്പസാരം, ആ ദിവസം നിങ്ങൾ നല്ല ഒരു ജീവിതത്തിൽ ദൈവീക ഇടപെടലിന് കാരണമാകും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കില്ലേ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? എൻ്റെ മക്കൾ ഇങ്ങനെ പോയാൽ എന്തു ചെല്ലും, എന്തു ചെയ്യും? ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ഒത്തിരി ടെൻസ്ഡ് ആവില്ല. കാരണം നിങ്ങൾക്കറിയാം, എന്തായാലും ദൈവം ആ വിഷയത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു, ദൈവം സൂക്ഷിക്കും. എൻ്റെ നല്ല ഉറപ്പ് അങ്ങനെയാണ്. പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, പേടിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ. പക്ഷെ പിന്നീട് അകത്തൊരു ബോധ്യമാണ്, എന്നെ സൂക്ഷിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേടിപ്പിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ ദൈവമാണ് എൻ്റെ കൂടെ നിന്ന് സൂക്ഷിക്കുന്നതെങ്കിൽ എനിക്കൊരാപത്തും വരില്ല, ഒരനർത്ഥവും വരില്ല. ഇത് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും നിരാശ വരത്തില്ല, ഡിപ്രഷൻ പോലും വരില്ല. ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പലരും ഡൗൺ ആവും, ഡെസ്പാവും, ചിലർ ഡിപ്രഷനിലേക്ക് പോകും. ദൈവമാണേ സൂക്ഷിക്കുന്നത്. നമ്മുടെ ബന്ധുക്കളൊക്കെ ചോദിക്കും ചിലപ്പോൾ, അയ്യോ എങ്ങനെയായി തീരും, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മളത് കേട്ടിട്ട് വീണ്ടും ടെൻഷൻ അടിക്കും. ടെൻഷൻ വേണ്ട, ദൈവമാണ് നയിക്കുന്നത്, ദൈവം സൂക്ഷിക്കും. ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയുമ്പോൾ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഈ വചനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, വയനാട് വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 10 വർഷം അധികമായി ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതൊരു ഉൾപ്രദേശമാണ്, സാധാരണ സ്ഥലമാണ്, വലിയ ഇതുപോലെ ഒരു പട്ടണമൊന്നുമല്ല. ഈ ദേശത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ഒരാൾ അവിടെ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അയ്യോ ഇത് കാടാണല്ലോ, ഞങ്ങളുടെ അവിടെ ഇങ്ങനെയല്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങളില്ലേ, ഞങ്ങൾ വേഗം പോവുക, വന്ന് അധികം സമയം കഴിയുന്നതിന് 3 ദിവസത്തേക്കാണ് വന്നത്, പക്ഷെ അന്ന് തന്നെ തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ ഭയപ്പെടുന്ന സാഹചര്യമല്ല, എന്നാലും ഇത്രയും പട്ടണം പോലൊരു സ്ഥലമൊന്നുമല്ല. അവിടെ ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ചെടിയായണമെന്ന്. അത് ഏകദേശം ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മേശയിൽ ഇത്രയും പൊക്കത്തിലുള്ള ഒരു ചെടിയായിരുന്നു. അത് ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെ നിൽക്കുന്നതാണ്. അതിനെല്ലാം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും, അത് അവിടെ നിൽക്കും. ഒരു 2-3 വർഷം മുമ്പാണ് ഒരാൾ അവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ ചെടി, ഇതെന്തിനാ ചെടിച്ചട്ടിക്കകത്ത് നട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ചെടിയല്ലേ? അയ്യോ ഇത് ചെടിയല്ല, ഇത് വലുതാകുന്ന ഒരു മരമാണ്.
ഇത് നല്ല തണൽമരമാകുന്ന ഒരു ചെടിയാണ്. ഇത് ഈ ചട്ടിക്കകത്ത് നിർത്തിയത് വളരത്തില്ല, ഇതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇത് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമോ തണൽ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് നട്ടാൽ ഇത് ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരെ അത് നടാൻ ഒരു സ്ഥലം അന്വേഷിച്ചു. അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു തണൽ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ അവിടെ നടാൻ തീരുമാനിച്ചു. അവിടെ കുഴി കുത്തി വളമൊക്കെ ഇട്ട് ഞാൻ ഈ ചെടി പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ 8 വർഷം മുമ്പ് അവിടെ വരുമ്പോഴും ഇത് അവിടെ ആ ചട്ടിക്കകത്ത് നിൽക്കുന്നതാണ്. ഇത് വലിച്ചു പറിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അത്ര ഉറച്ചിരിക്കുകയാണ്. അത് വലിച്ചു പറിക്കാൻ നോക്കിയപ്പോൾ ആ ചട്ടി പൊട്ടാൻ തുടങ്ങുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ പുറമെയുള്ള ആ ചട്ടി ഓരോ കൊട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം പലതരത്തിൽ അത് വിണ്ടു, അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിനകത്ത് മുഴുവൻ ഒരു 100,000 വേരുകളാണ്. ചുറ്റി പിണഞ്ഞ് ആ ചെടിച്ചട്ടിക്കകത്ത് മുഴുവൻ വേര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് കൊണ്ടുപോയി അവിടെ നട്ടു. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു 3 വർഷം കഴിഞ്ഞ് കാണും. ഇപ്പോൾ ഏകദേശം ഒരു 3 നാൾ പൊക്കത്തിൽ അത് വളർന്ന് നന്നായി ശകരങ്ങൾ വിരിച്ചു. എനിക്കതിൽ നിന്നൊരു നല്ല പാഠമുണ്ടായി. എന്താ പാഠമെന്ന് ഞാൻ പറയാം. നമ്മളൊക്കെ സാധാരണ പോലെ ഇങ്ങനെ ചുമ്മാ ഏതാണ്ടൊക്കെയോ പ്രാർത്ഥിച്ചു, ഏതാണ്ടൊക്കെ ഒരു ധ്യാനവും കൂടി ചുമ്മാ അങ്ങനെ അങ്ങ് പോയാൽ എന്നും ഈ ചെടിച്ചട്ടി നിൽക്കുന്ന പോലൊക്കെ തന്നെ ഞാനും നിങ്ങളും നിൽക്കത്തുള്ളൂ. അങ്ങനെ തന്നെ പോകും, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകും. നിങ്ങൾക്കൊരു വളർച്ച നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ ചില കാര്യങ്ങൾ, അതിൻ്റെ പുറമെയുള്ള ചില തടസ്സങ്ങൾ പൊട്ടിച്ചു കളയണം. എന്നിട്ട് മാറ്റി നടുക എന്ന് പറയും. ഈ ധ്യാനം എന്തിനാണെന്നറിയാമോ? നിങ്ങൾ നിൽക്കുന്ന ചില തിന്മയാകാം, ചില പാപമാകാം, ചില തെറ്റായ ബന്ധമാകാം. അങ്ങനെ ഒരു ചട്ടിക്കകത്തായിരിക്കും ഇങ്ങനെ നിന്ന് അങ്ങനെ നിൽക്കുന്നു, ഉണങ്ങുന്നൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയാൽ പോരാ. നിങ്ങൾ കുറെ കൂടി വളരേണ്ടവരാണ്, കുറെ കൂടി ഉയരേണ്ടവരാണ്. നിങ്ങളുടെ കുടുംബം കുറച്ചുകൂടി ഐശ്വര്യത്തിലെത്തേണ്ടതാണ്. നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രാർത്ഥനയിൽ മാറ്റി നടുകയാണ് ഓരോ ധ്യാനവും. ഈ വചനങ്ങളും അങ്ങനെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ പാപത്തിൽ തുടർന്നാൽ പോരാ, ഇങ്ങനെ ചിന്തിച്ചാൽ പോരാ. എനിക്ക് കുറച്ചുകൂടെ മാറണം, കുറച്ചുകൂടെ വളരണം. ഈ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ നിൽക്കാനാണ് തയ്യാറെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ എന്നും നിന്നോളൂ. വാടുമൊന്നുമില്ല, ഉണങ്ങൊന്നുമില്ല, അങ്ങനെയൊക്കെ നിൽക്കും. കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി നടന്നു പോകും. അങ്ങനെ പോയാൽ പോരാ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അനേകം ആളുകൾ കുറെ കൂടി വളരേണ്ടവരാണ്, കുറെ കൂടി ഉയരങ്ങളിൽ എത്തേണ്ടവരാണ്, കുറെ പേർക്ക് തണലാകേണ്ടവരാണ്, അനുഗ്രഹമാകേണ്ടവരാണ്. ഈ കസേരയെ കൂടെ ഇരിക്കുന്ന അനേകം ആളുകൾ അകത്തും പുറത്തും. നിങ്ങൾ ഇനിയും വളരാനുണ്ട്. നിങ്ങളെ വളരാനുള്ള മറ്റൊരു ആത്മീയ സ്ഥലത്തേക്ക് ദൈവവചനത്തിൽ നിങ്ങളെ നടുകയാണ് ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ വളർത്തും, നിങ്ങളുടെ കുടുംബത്തിലുള്ള സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തും. നിങ്ങൾ പതുക്കെ ദൈവാനുഗ്രഹത്തിൽ വളരാൻ തുടങ്ങും. ദൈവവചനത്തിലൂടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഒരു വചനം ശ്രദ്ധിക്കുക. പലർക്കും ആഗ്രഹിക്കുന്നത് പോലെ കയറി വരാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ എത്തണമെന്ന്. ഇനി എന്ത് പ്രാർത്ഥിക്കാനാണെന്നാണ് ചിലർ ചോദിക്കുന്നത്. ഞാനൊരു വചനം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ആ വചനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബം എന്താണോ ഇങ്ങനെ കിടക്കുന്നത്? എൻ്റെ ബിസിനസ് എന്താണോ ഒരിക്കലും ഒന്ന് നന്നായി വരാത്തത്? എന്തുകൊണ്ടോ? വല്ല ശാപമാണോ? എന്തെങ്കിലും പ്രശ്നമാണോ? നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ ആ അനുഗ്രഹത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കും. എവിടെയായാലും നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടാണോ ഇരിക്കുന്നത്? എന്നാൽ എന്തോ ഒരു കാരണമുണ്ട്. എവിടെയായാലും തകർന്നുകൊണ്ടാണോ ഇരിക്കുന്നത്? ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലേ? എവിടെയോ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അഭാവമുണ്ട്, അളവിൽ കൂടുതൽ അഭാവം. അത് പ്രാർത്ഥനയിൽ പരിഹരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി മാതാപിതാക്കൾ പറയുകയാണേ, എൻ്റെ മകൾക്ക് ഇത്രയും വയസ്സായി, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറയുന്നു എനിക്ക് വിവാഹം വേണ്ടെന്ന്. കാലത്തിൻ്റെ ഒരു പോക്കേ. അവർ അന്നേരം പഴിക്കുന്ന ആരെയാ? അവർ പറയുന്നു കാലഘട്ടം മോശമായത് കൊണ്ടാണ് എൻ്റെ മകൾ വിവാഹത്തിന് സമ്മതിക്കാതെ, അവൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുന്നു. കാലഘട്ടത്തിൻ്റെ കുറ്റം പറയുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് കിട്ടേണ്ട ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത്. എന്താണാവോ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. കാലഘട്ടത്തെ മുഴുവൻ കുറ്റവും പറയരുത്.
അവർക്ക് കിട്ടേണ്ട ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് വിവാഹം വേണ്ട, വിവാഹം കഴിച്ചവർ പറയുന്നു ഞങ്ങൾക്ക് മക്കൾ വേണ്ട, എല്ലാം നേരെ തല തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാ, ലോകം അങ്ങനെ ആയതുകൊണ്ടാ, ലോകം അങ്ങനെ ആയതുകൊണ്ടാകാം, കാലഘട്ടത്തിന്റെ പോക്ക് അങ്ങനെ ആയതുകൊണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ പ്രശ്നം ആ വ്യക്തിക്ക് കിട്ടേണ്ട ദൈവാനുഗ്രഹത്തിന്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞു ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അത് മാറണമെങ്കിൽ നിങ്ങൾ ദൈവാനുഗ്രഹം മേടിച്ചെടുക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വളരാനും ഉയരാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. വചനത്തിലൂടെ പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. ഇത് സാധാരണഗതിയിൽ ഇത് വൈദികരാണ് ഇത് കൂടുതലായി പറയുന്നത്. സാധാരണ കൺവെൻഷൻ ധ്യാനം നടക്കുമ്പോൾ അവർ പറയാറുണ്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ എന്നോട് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി ഞാനിത് പറയുകയാണ്. 18-ാമത്തെ വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചുമ്മാ പറയുകയല്ല, അടിവരയിട്ട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഒരു അപകട അടയാളം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എവിടെയും കെട്ടപ്പെട്ട് കിടക്കും. അയ്യോ, അവിടെ കയറി അഴിക്കാൻ സ്വാധീനമുള്ള ഒരു കുഞ്ഞും ഈ പഞ്ചായത്തിലില്ല. അത് കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഏതേലും ഒരു സ്ഥലത്താണ്. എന്ത് സ്വാധീനം ഉപയോഗിച്ച് അഴിച്ചെടുക്കായിരുന്നു. നിങ്ങൾ ഭൂമിയിൽ വെച്ച് കെട്ടിയതാണ്. പക്ഷെ നിങ്ങൾ കാണാത്തൊരു സ്ഥലത്തും ഇത് കെട്ടപ്പെട്ടാ കിടക്കുന്നത്. ഭൂമിയിൽ വെച്ച് കെട്ടിയത് എങ്ങനെയാ? സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും അത് കെട്ടപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരുന്ന എനിക്കെന്നാ ഛേദം? സ്വർഗത്തിൽ ഒരു കെട്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തരി അനുഗ്രഹം വരുമെന്ന് കരുതരുത്. എനിക്കുള്ള നന്മകൾ സ്വർഗം അടച്ചു വച്ചിരിക്കുകയാണ്, കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു തരി ഇറങ്ങി വരത്തില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്നിട്ട് സ്വയം ശപിച്ചിട്ട് കാര്യമില്ല. എന്തോ പ്രശ്നം കൊണ്ടാണ് നീ ഭൂമിയിൽ കെട്ടി. എനിക്കത് മനസ്സിലായില്ല ഈ വാക്കിൻ്റെ അർത്ഥം ശരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. നമ്മുടെ താമസിക്കുന്ന ഈ എറണാകുളം ടൗണിൽ ഇവിടെ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ എന്തുണ്ടാവും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് ഉണ്ടാവും, ഇല്ലേ? ലാബ്, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ എറണാകുളം പട്ടണത്ത്, ഈ ജില്ലയിൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ്? ഈ പഞ്ചായത്തിലില്ല, ഈ ജില്ലയിലില്ല, ഈ കേരളത്തിലില്ല, ഈ ലോകത്തിലില്ല. എന്ത്? കണ്ണിൽ കൂടെ ഒഴുകുന്ന കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബ്. പക്ഷേ സിരകളിലൂടെ ഒഴുകുന്ന ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ലാബുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട്. പക്ഷെ ബൈബിളിൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട്. അത് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. എവിടെയുള്ളത്? ബൈബിളിൽ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. എന്തിനാ കുപ്പി ശേഖരിക്കുന്നത്? ടെസ്റ്റ് ചെയ്യാനാണ്. ഈ പഞ്ചായത്തിൽ, ഈ ലോകത്തിൽ എവിടെയും കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ടോ? നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളുടെ കൊച്ചുങ്ങൾ കാനഡയിൽ, UK, അമേരിക്കയിൽ ഒക്കെ ഉള്ളവരില്ലേ? ചോദിച്ചു നോക്ക്, അവിടെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ടോന്ന്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ, ഈ ബൈബിളിൽ, ഈ വേദപുസ്തകത്തിൽ, ഈ ദൈവവചനത്തിൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ടെന്ന് ദൈവം പറയുന്നു. നിന്റെ കണ്ണുനീർ, അത് ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും അച്ഛൻ്റെ ആയാലും കപ്പ്യാരുടെ ആയാലും, അത് എത്ര വലിയവരുടെ ആണെങ്കിലും എത്ര താഴ്ന്നവരുടെ ആണെങ്കിലും ഭിക്ഷക്കാരൻ്റെ ആണെങ്കിലും കണ്ണുനീരിന് ഒരേ രുചിയാണ്. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുതെന്ന്, ആരെയും കരയിപ്പിക്കരുത്. അതാരുമാകട്ടെ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കരുത്. മറ്റൊരാൾ നിന്നെ നോക്കി മനസ്സ് നൊന്ത് കരഞ്ഞ് ശപിച്ചാൽ അത് നിനക്കിട്ട് കൊള്ളും. അത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കും. ഒരു ഉദാഹരണം, ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാനായി വരുന്നു. ആ മനുഷ്യന്റെ, അവൻ ആഗ്രഹിച്ച വ്യക്തിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, സ്നേഹിച്ച്. ആ വ്യക്തി ഒത്തിരി പ്രതീക്ഷയോടെയാണ് ജീവിതം തുടങ്ങിയത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യ നാളുകളിൽ സന്തോഷമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വെറുപ്പായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, എടാ
നീ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളല്ലേ, നിനക്ക് അവളോട് എന്തുമാത്രം സ്നേഹമായിരുന്നു. എന്നിട്ടിപ്പം നീ എല്ലാ ദിവസവും മദ്യപിക്കുന്നു, അവളെ ചീത്ത പറയുന്നു, അവൾ മോശമാണെന്ന് പറയുന്നു. നിനക്കെന്നാ പറ്റി? കുടുംബക്കാർ മൊത്തം പറയുന്നു, എടാ നീ പൊന്നുപോലെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഇപ്പം നിനക്ക് അവളെ എന്താ ഇഷ്ടമില്ലാത്തത്? നീ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം, ഒരു കൗൺസിലിങ്ങിന് പോ. അങ്ങനെ അവൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇവന്റെ വിഷയം, ഇവൻ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നോ ഇവൻ വിവാഹിതനായ വഴികളോ രീതികളോ ഒന്നും എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നതാണെന്നറിയില്ല. സമ്പത്തുണ്ട്, ഒരു ജോലിയുണ്ട്, അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നൊരു വീടുണ്ട്, വാഹനമുണ്ട്, പുറമേ നോക്കിയാൽ എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ വീട്ടിൽ സമാധാനമില്ല. ആ പഞ്ചായത്തിലെ നരകമാണ് അവരുടെ വീട്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്താണാവോ ഇത്ര പ്രശ്നം? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്നത് ഒരു മെസ്സേജാണ്. ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന കുപ്പി വെള്ളത്തിൻ്റെ ഒരു കുപ്പിയാണ് കാണിച്ചു തന്നത്. എനിക്ക് മനസ്സിലായില്ല. എനിക്കങ്ങനെ വലിയ ദർശനമുള്ള ആളൊന്നും അല്ല. ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാം കണ്ട് കാണുന്ന ഒരു വലിയ ദിവ്യനോ ഒരു വലിയ ധ്യാനഗുരു ഒന്നുമല്ല ഞാൻ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയുള്ളതെല്ലാം കാണാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് കാണാറുണ്ട്. അതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എടാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് കടയിൽ നിന്നൊക്കെ 20 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അവനും മനസ്സിലായില്ല. എന്തു പറയും, നിങ്ങൾ എന്തു പറയും? ഇതൊരു കുപ്പി, ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി. അപ്പം ഞാനിത് ഒന്നും പറയാൻ പറ്റില്ല. എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് 20 രൂപയുടെ പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ഇത് മനസ്സിലാകാത്തത് കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഇവൻ ഒരു കടയിൽ നിന്ന് ഒരു 20 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു. ആ കുപ്പിയിലെ വെള്ളം തീരുന്നത് വരെ ആ കുപ്പി അവൻ ബാഗിനകത്തിട്ട് അവൻ കൈ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. അവൻ കുപ്പിയിലെ വെള്ളം തീർന്നപ്പോൾ അത് കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ പറമ്പിലേക്ക് ഒറ്റയേറെറിഞ്ഞു, നമ്മൾ പലരും ചെയ്യുന്നത് പോലെ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ചോദിച്ചു, എടാ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നീ ആരെയെങ്കിലും സ്നേഹിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? അവൻ ഒന്നും പറയാതെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ, നമ്മളൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ലേ, ആ കടയിൽ നിന്ന് 20 രൂപയ്ക്ക് ഒരു വെള്ളം മേടിക്കുന്നു, വെള്ളം കുടിച്ച് കഴിയുന്നത് വരെയും വെള്ളക്കുപ്പി ബാഗിനകത്തും കയ്യിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. നമ്മുടെ കാറിൽ സൂക്ഷിക്കും, ബാഗിൽ സൂക്ഷിക്കും. വെള്ളം തീരുമ്പോഴേ ആ ബസ്സിൻ്റെ ആ കാറിൻ്റെ ചില്ല് തുറന്ന് അങ്ങോട്ടിട്ടേക്കും. എനിക്ക് തോന്നി അവനോട് ഇങ്ങനെ ചോദിക്കാൻ, നീ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ട്. നീ ആവശ്യത്തിന്, ആ വാക്ക് പറയുന്നില്ല, ആ വ്യക്തിയുടെ കാര്യത്തിനായി പ്രയോജനപ്പെടുത്തിയിട്ട് നീ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവൻ ഒരു കാര്യം ഓർത്തു, വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരാളെ കൂടെ നിർത്തി അവൻ ഒരു കാലത്ത് അവൻ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഈ കുപ്പി പോലെ. ആ ജീവിതത്തിൽ തകർച്ച വന്ന പെൺകുട്ടി ഇവനെ നോക്കി മനസ്സ് നൊന്ന് കരഞ്ഞു പ്രാകി, എന്നെ ചതിച്ചല്ലോ, അവന്റെ ജീവിതത്തെ ഒരു പിച്ചി ചീന്തി കളഞ്ഞല്ലോ, ഇവൻ കൂടെ നിറഞ്ഞിട്ട് ചതിച്ചല്ലോ. ആ കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല. എന്നിട്ട് അവൻ വേറൊരാളെ സ്നേഹിച്ചു, ആ വ്യക്തിയെ കല്യാണം കഴിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ അവൻ ഒരിക്കലും കുമ്പസാരിച്ചിട്ടില്ല. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് അനുദപിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഏതും പോരാത്ത ഒരു വെറുതെക്കാരനായ ഞാൻ, ഒരു സാധാരണക്കാരനായ ഞാൻ, ഒരു ദിവ്യനുമല്ലാത്ത ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മനുഷ്യൻ ഈ തെറ്റിനെ കുറിച്ച് അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ചുമ്മാ ചോദിച്ചു, നീ ആരെയെങ്കിലും ഇങ്ങനെ ആരെയും ചതിക്കരുതെന്ന്. ആണായാലും പെണ്ണായാലും ഏത് പ്രായമുള്ള ആളാണെങ്കിലും ചതിക്കുമ്പോൾ ആ വ്യക്തി ആ മനുഷ്യനെ നോക്കി കരയും. കാരണം ബൈബിൾ പറയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ നിലത്ത് വീഴാൻ സമ്മതിക്കത്തില്ല, അത് കുപ്പിക്കകത്തെടുത്ത് വയ്ക്കും. ആരുടെയും കണ്ണുനീര് മേടിച്ചെടുക്കരുത്. അത് പാവപ്പെട്ടവനായാലും ഇടത്തരക്കാരനായാലും അത് പൈസക്കാരനായാലും അത് ആരുടെയും കണ്ണുനീര് നമുക്ക് വേണ്ട. അത് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള സകല അനുഗ്രഹങ്ങളെയും അടച്ചു കളയും. പിന്നെ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച്? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബൈബിൾ അടുത്ത വാക്യം പറയുകയാണ്, നീ ഭൂമിയിൽ വെച്ചത് അഴിക്കണം. എങ്ങനെ അഴിക്കണം? ആ തെറ്റിനെക്കുറിച്ച് നീ മനസ്സ് നൊന്ത് കരഞ്ഞ് അതിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് അത് സംഭവം കളയണം. കളയാതിരുന്നാലോ നിന്റെ മേൽ, നീ പാപത്തെക്കുറിച്ച് അനുദപിക്കാതിരുന്നാൽ നിന്റെ മേലുള്ള പിശാചിന്റെ കടുംപിടുത്തം കൂടിക്കൂടി വരും.
ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് അനുതപിച്ചാലോ പിശാചിന്റെ ബലം പൊട്ടി പൊട്ടി തകർന്ന് തരിപ്പണമാകും. നിന്റെ മേൽ അനുഗ്രഹം വന്നു ചേരാൻ തുടങ്ങും. ഈ മനുഷ്യൻ വന്നത് എന്തിനാണെന്നറിയാമോ? കുടുംബജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേ. ദൈവം കാണിച്ചു തന്നത് അവൻ്റെ മേൽ അവൻ്റെ കുടുംബജീവിതം ഇന്ന് പ്രശ്നമായി അനുഗ്രഹമില്ലാതെ നിൽക്കാൻ കാരണം വേറൊരു പെൺകുട്ടിയുടെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ സ്നേഹിച്ച് കൂടെ നടന്ന് ചതിച്ച് പ്ലാസ്റ്റിക് കോപ്പി പോലെ പറമ്പിലേക്ക് ജീവിതത്തെ വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയുടെ ഏതോ ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് അവൻ്റെ ജീവിതത്തിൽ ഇന്ന് അവൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹം ഒരു തരി പോലും വരാത്ത വിധത്തിൽ അടഞ്ഞു കിടക്കുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, ആരെയെങ്കിലും ജീവിതത്തെ വേദനിപ്പിക്കുന്നത്, അത് സ്വർഗം അത് കാണുന്നു. ആരെയും വേദനിപ്പിക്കരുത്. അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ അതിന്മേലൊരു വിടുതൽ നിങ്ങൾ അനുഭവിക്കും. ആ മനുഷ്യൻ പോയി. പിന്നീട് എനിക്കറിയാൻ സാധിച്ചു, നന്നായി കുമ്പസാരിച്ചെന്നും തൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചെന്നും പിന്നെ കുടുംബമായി ഞങ്ങൾ താമസിക്കുന്ന അതേ സ്ഥലത്തുള്ള ഒരു കൗൺസിലറിൻ്റെ അടുത്ത് വന്ന് ഭാര്യയും ഭർത്താവും ശരിക്കും കൗൺസിലിംഗ് നടത്തിയതും ഒരു പരിധി വരെ അവർ വലിയൊരു പ്രതിസന്ധി നിന്ന് കരകയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എപ്പോഴാണ് വിടുതലുണ്ടായത്? അവൻ പോലും അത്ഭുതപ്പെട്ടു. അച്ഛൻ എങ്ങനെയാണ് അറിഞ്ഞത്, ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നീ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിന്നെക്കുറിച്ച് നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇത് കാണിച്ചു തന്നു. ഒരു കുപ്പി വലിച്ചെറിയുന്നത് പോലെ നീ ജീവിതത്തെ ആരും ആരെയും തകർക്കരുത്. ആരും ആരെക്കുറിച്ചും ഇല്ലാ വചനം പറയരുത്. നിങ്ങൾ എന്നെക്കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞെന്നിരിക്കട്ടെ, ഞാനത് അറിയുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ മനസ്സ് നൊന്ത് ദൈവമേ എന്ന് പറഞ്ഞ് കരയും. അത് ആ വേദന നിങ്ങളിൽ അത് അസ്വസ്ഥതയായി വരും. അറിയാത്തത് പറയരുത്, കാണാത്തത് കണ്ടെന്ന് പറയരുത്, കേൾക്കാത്തത് കേട്ടെന്ന് പറയരുത്. നേരെ വാ. അവിടെയാണ് ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതാ എഴുതിയിരിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറയുമ്പോൾ പക്ക ഉദാഹരണമല്ല, ഇതിൻ്റെ അനുഭവം എനിക്കുണ്ട്. പക്ഷേ എനിക്കത് പറയാൻ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാനത് ഒരു അനുഭവത്തിലൂടെ പറയുകയാണ്. ഒരാൾ എൻ്റെ കൂടെ നടന്നു, വളരെ സ്നേഹത്തോടെ കൂടെ നടന്നു. ഞാൻ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു, ആത്മാർത്ഥമായി സ്നേഹിച്ചു, തുറന്നു പറഞ്ഞു, കൂടെ നിർത്തി, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി തന്ത്രപൂർവം പ്രവർത്തിച്ച് എന്നെ ചതിച്ചു, എന്നെ വേദനിപ്പിച്ചു. എന്നിട്ട് ആ വ്യക്തി ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി അങ്ങ് പോയി. മാസങ്ങളോളം ആ വിഷയം എന്നെ വേദനിപ്പിച്ചു. ആ വ്യക്തി പറയുന്നു, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു, ഞാൻ ഏതു കാര്യത്തിലാണോ അവൻ്റെ നേരെ നോക്കി വിഷമിച്ചത്, ആ കാര്യത്തിൽ അവന് പിന്നീട് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന്. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറയണേ. ആ വിഷയത്തിൽ അവൻ രക്ഷപ്പെടത്തില്ല പിന്നീട്. കാരണം അവൻ്റെ ഭാവിയുടെ മേൽ ഒരു കെട്ട് വന്ന് കിടക്കുവാണ്. ഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു കെട്ട്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം നിങ്ങളോട്. എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഇതെല്ലാം നിങ്ങൾ പറയും, അപ്പോൾ ഇത് എവിടുന്നോ കേട്ടിട്ട് വരുന്നതാണ്, ഏതോ ബാലരമയിലെ കഥയോ. ഒന്നും ബാലരമേലയോ വേറൊരു ധ്യാനിപ്പിക്കുന്ന അച്ഛൻ പ്രസംഗിച്ച കഥയോ ഒന്നും അല്ല ഇത്. അങ്ങനെ ചിന്തിക്കരുത്. ധ്യാനിപ്പിക്കുന്നവരെല്ലാം ഇങ്ങനെ ഏതൊക്കെയോ കഥയുമായി വന്നങ്ങ് പറയുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ ഈ 2-3 കാര്യങ്ങളൊന്നും ആകാശത്ത് പൊട്ടി വീണതല്ല. അതാരാ പറഞ്ഞെന്നവരെ എനിക്കറിയാം, അവരുടെ പേരും എനിക്കറിയാം, അവരുടെ ജീവിതവും എനിക്കറിയാവുന്ന ആ വെളിച്ചത്തിൽ എനിക്കത് മനസ്സിൽ കാണാൻ പറ്റും ഇത് പറയുമ്പോഴും. ആ മനുഷ്യൻ ഒരു സ്ഥലത്തു നിന്ന് ഒരു വലിയ കാറിൽ വന്ന്, ഞാനായിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ധ്യാനമുള്ള സമയമല്ല, ഇടദിവസമാണ്, വന്നേച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നയാൾ പറഞ്ഞിട്ടാണ് വരുന്നത്. എനിക്ക് ഇന്ന ടൗണിൽ 3 നില ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ താഴത്തെ നിലയിൽ 12 റൂമുണ്ട്, കടകൾക്ക് പറ്റിയ റൂമുണ്ട്. മുകളിലത്തെ നിലയിൽ 12, അതിന് മുകളിൽ 12. കൊറോണ കാലത്താണ് ഞാൻ ഇത് പണി തീർത്തത്. ഈ കെട്ടിടം പണിയാൻ എനിക്ക് ലക്ഷങ്ങൾ എനിക്ക് ആവശ്യമായി വന്നു. ഇപ്പോൾ ഞാൻ സാമ്പത്തികമായി വലിയൊരു തകർച്ചയിലാണ്. ആ കടയിലെ 3 റൂമുകളാണ് ഈ 3.5-4 വർഷം കൊണ്ട് വാടകയ്ക്ക് പോയത്. ഇതാരും വാടകയ്ക്ക് പോലും എടുക്കുന്നില്ല. ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. വിൽക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നുമില്ല. അങ്ങനെ ഞാൻ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു അച്ഛനുണ്ട്, എനിക്ക് നിങ്ങളെ അറിയത്തൊന്നുമില്ല, എൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്, അച്ഛനടുത്ത് പോയി പ്രാർത്ഥിച്ച് നോക്ക് എന്ന് പറഞ്ഞു വിടും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ധ്യാനം ഒന്നും കൂടാറില്ല. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്.
ഞാനിങ്ങനെ ധ്യാനത്തിനൊന്നും പോകാറില്ല ഫാദർ. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിങ്ങനെ പോകാൻ, അതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്തായാലും വന്നതല്ലേ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുക. ഞങ്ങളങ്ങനെ ചാപ്പലിനകത്തെ കസേരയിൽ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആ ഒരു ചാപ്പൽ അന്നേരം ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഫാദർ ഈ ഡോറ് അടച്ചിട്ടേരെ, ആരെങ്കിലും വന്നാൽ നമ്മളെ കാണണ്ടല്ലോ. ഞാൻ ഈ ധ്യാനത്തിലൊന്ന് പോകുന്ന ആളല്ലേ, ഇനി വേറൊരാൾ കണ്ടാൽ എനിക്കതൊരു കേടാ. അതുകൊണ്ട് ഇച്ചിരി ചാരിയിട്ട്, അയാൾക്ക് ഈ പ്രാർത്ഥിക്കുന്നതും ധ്യാനത്തിനൊക്കെ പോകുന്നതൊക്കെ നാണക്കേടാണ്, ഒരു വിഷമമാണ്. മറ്റൊരാൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ഞാൻ അയാൾ അത്ര ഉന്നതനാണെന്ന് പോലും അവിടുത്തെ അല്ലൊരു അത്യാവശ്യം മുതലാളിയാണ്, സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ലക്ഷങ്ങൾ കടത്തിലാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കും അയാളുടെ മുമ്പേ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെതായ ഒരു മാനുഷികമായ ഒരു പേടി തോന്നി. കാരണം അയാളുടെ ഇരിപ്പും അയാളുടെ കഴുത്തിൽ ഒരു നല്ല മാലയുണ്ട്, നല്ല എടുപ്പും മട്ടുമുള്ള ഒരാളാണ്. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഒരു പൊട്ട മെസ്സേജ് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ പ്രതികരിക്കും. അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്, ദൈവമേ പറയുന്ന കാര്യം സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം, തെറ്റു വരാൻ പാടില്ല. നമുക്കതൊരു പേടിയാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അയാളുടെ സാമ്പത്തിക പ്രശ്നം മാറാനാണ് പ്രാർത്ഥിക്കുന്നത്. ആ കടയൊക്കെ ഒന്ന് വിറ്റ് പോകാൻ പറ്റുമോ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ, അതാണ് അയാൾക്ക് അറിയേണ്ടത്. പക്ഷെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഒരു ഒരു സ്ത്രീയെയാണ്, മെലിഞ്ഞൊരു സ്ത്രീ. അപ്പോൾ എനിക്ക് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അയാളോട് എന്തെങ്കിലും ചോദിക്കാൻ മാനുഷികമായി എനിക്ക് ഭയം തോന്നി. അയാൾ എന്നെ അങ്ങനെ ചുമ്മാ ചേർത്ത് വെക്കരുത് പറഞ്ഞാൽ അത് അടി കിട്ടുന്നത് പോലെ ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആ മനുഷ്യനോട് പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ നിങ്ങോട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയെയാണ് കണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അടുക്കളപ്പണി എടുക്കാൻ ആൾക്കാരുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ മെസ്സേജ് എൻ്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാൽ അത് നിങ്ങൾ വിട്ടേരെ, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാനൊരു വചനമൊക്കെ എഴുതി കൊടുത്ത് അയാൾ പോകുന്നത് അയാൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി മുറ്റത്തിട്ടിരിക്കുന്ന ചെരുപ്പിട്ട് പോകാൻ നിൽക്കുന്നത് കണ്ട് ഞാൻ തിരിഞ്ഞു പോയതാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല, അയാൾ പോയി എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സാധാരണ പോലെ ഇറങ്ങുമ്പോൾ അയാൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. അയാൾ തന്നെ വന്ന് വീണ്ടും ആ കസേര ചെയ്തിട്ട്, അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പോയി അവിടെ ഇരുന്നു. എന്നാ പറ്റി? അപ്പോൾ അയാൾ പറയാണ്, അച്ഛോ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഒരു മെലിഞ്ഞ ഒരു സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതെൻ്റെ ഇളയ മകൻ കെട്ടിയ അവൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. ഇളയ മകൻ കെട്ടിയ ഭാര്യ, ഇയാൾ ഇത്രയും വലിയ സാമ്പത്തികമുള്ള ആളാണ്. ഇയാളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് വന്നാലും അതേപോലെയുള്ള കുടുംബത്തിൽ നിന്നല്ലേ വരുള്ളൂ. ആ ഒരു എടുപ്പും മട്ടും ഭാവമൊക്കെ ഇവർക്കും വേണ്ടേ? ഇത്രയും മെലിഞ്ഞ അത്ര ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ ഇളയ മകൻ കെട്ടിയ പെണ്ണാണ് അച്ഛൻ കണ്ട ആള്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? സംസാരത്തിന് അത് വ്യക്തമാണ്. അപ്പം പറഞ്ഞു, അവൻ്റെ ഇഷ്ടത്തിന് കെട്ടിയതാണ്, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. എന്തായാലും ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോകുമ്പോൾ ആ ഭാര്യയ്ക്കും ഈ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇളയ മകൻ്റെ ഭാര്യ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പറയാണ്, ആരെങ്കിലും വരുമ്പോൾ നീ മുന്നോട്ട് കയറി വന്നേക്കരുത്. ആ വീട്ടിലെ ഓർഡറാണ്. പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ 1-ാമത്തെ കുർബാനയ്ക്ക് പോവുകയാണ്, നീ 2-ാമത്തെ കുർബാനയ്ക്ക് പോക്കോണം. ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അധികം ഒതുങ്ങി നിന്നോണം, എല്ലാവരോടൊപ്പം വർത്തമാനം പറയാൻ വരരുത്. ഒരു കല്യാണത്തിന് വിളിച്ചാലും ആ കുട്ടിയെ കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഒരു ദിവസം ആ വ്യക്തി ഒരുപാട് സഹിച്ചു. സൗന്ദര്യത്തിൻ്റെ പേരിലും സ്വർണത്തിൻ്റെ പേരിലും ഒക്കെ ഒത്തിരി സഹിച്ചു. ഈ ചേട്ടൻ്റെ ഭാര്യ ആ പള്ളിയിലെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വലിയൊരു നേതാവാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു പ്രാർത്ഥനക്കാരിയാണ്. ഡെയിലി ഒരുപാട് കൊന്ത ചെല്ലുന്ന ആളുമാണെന്നാണ് അറിയുന്നത്. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ദിവസം ഒരു പകൽ സമയത്ത് ചോറിന് കറി ഉണ്ടാക്കിയ ആ കറി അല്പം ഉപ്പ് കൂടി പോവുകയോ രുചി കുറയുകയോ ചെയ്തു. എന്തോ ഒരു ഫാൾട്ട് പറ്റിപ്പോയി ആ കറിക്ക്. ഉടനെ പട്ടിക്കൂട്ടിൽ പോയി അൽസേഷൻ പട്ടിനെ വളർത്തുന്ന ഒരു കൂടുണ്ട്, ഒരു വീടിനടുത്തൊരു വലിയ കൂട്. അതിനകത്ത് പോയി ഈ അമ്മച്ചി പോയി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രാർത്ഥനക്കാരിയായി ഈ ചേച്ചി ആ പട്ടിക്കൂട്ടിൽ നിന്ന് ആ പാത്രം ഇങ്ങെടുത്ത് പട്ടീനെ പുറത്ത് കൊണ്ടുപോയി കെട്ടി. എന്നിട്ട് ആ കറി എല്ലാം കൂടെ ഈ പാത്രത്തിനകത്ത് വിളമ്പി ആ കലത്തിൽ നിന്ന് കുറച്ച് ചോറ് വിട്ടിട്ട് ആ കൂട്ടിനകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ സ്ത്രീ, ഈ അമ്മ, ഈ ഇളയ മകൻ്റെ ഭാര്യയെ ആ പട്ടിക്കൂട്ടിനകത്ത് ഉന്തി കയറ്റി. എന്നിട്ട് വാതിലടച്ച് അതിനകത്ത് ഇരുത്തി ഒരു പകല്. ഞാൻ പറയുന്നത് കഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് നിൽക്കുന്ന ഒരു സ്ഥലം നല്ല സ്ഥലത്താണ്. ഇത്രയും വലിയ നുണ ഞാൻ പറയാറില്ല.
ഇത്രയും വലിയൊരു ഉണ്ടാക്കിയ കഥ എനിക്ക്, ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കയറ്റി കിട്ടിയിട്ട് തിന്നടി എന്ന് പറഞ്ഞു. ചെറിയ പട്ടിക്കൂടല്ല, അയാൾ തന്നെ വെൽഡിംഗുകാരനെ വിളിച്ച് പണിയിപ്പിച്ച പട്ടിനെ വളർത്തുന്ന കൂടാണ്. 2 എണ്ണം ഉണ്ട് അങ്ങനത്തത് അയാളുടെ വീട്ടില്. ആ പട്ടിനെ എടുത്ത് അങ്ങോട്ട് മരത്തിലോട്ട് കെട്ടിയിട്ട് ഇളയ മകന്റെ ഭാര്യ അതിനകത്ത് ഇട്ടിട്ട് തിന്നടി എന്ന് പറഞ്ഞു. ഈ മകൾ അതിനകത്തിരുന്ന്, ആ പട്ടിക്കൂട്ടിലിരുന്ന് കരഞ്ഞു. അതിനുശേഷം ആ കൂട് തുറന്ന് അവൾ ആ ഇട്ട ഡ്രസ്സുമായി ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയെ വിളിച്ച് അവളുടെ വീട്ടിൽ പോയി. ഇപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ അങ്ങനെ അറിഞ്ഞു, അയാൾ പറഞ്ഞതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി. അപ്പോൾ ദൈവം എന്തിനാ ഇതെന്നെ കാണിച്ചു തന്നത്? വീട്ടിൽ കെട്ടിക്കയറി വന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ, അയാളുടെ സമ്പത്തിന്റെ മേൽ വീണ കണ്ണുനീർ ഇന്ന് അയാളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വലിയൊരു കെട്ടായിട്ട് കിടക്കുന്നു. അത് നിൽക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഒരു പടി മുകളിലോട്ട് കയറാൻ പറ്റാത്തത്, ഒരു പടി ഉയരാൻ പറ്റാത്തത്. നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, ആരെങ്കിലും നിങ്ങളെ ഓർത്തോ നിങ്ങളുടെ കുടുംബത്തെ ഓർത്തോ മനസ്സ് നൊന്ത് കരഞ്ഞിട്ടുണ്ടോ? അത് നിസ്സാരമല്ല. അതിനെക്കുറിച്ച് ദൈവസന്നദ്ധിയിൽ അനുദപിച്ച് ആ കെട്ടഴിയുമ്പോഴേ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് പകരപ്പെടുകയുള്ളൂ. അല്ലാതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കിടന്ന് വലിയ ബഹളം വെച്ചു, വലിയ പ്രസംഗം നടത്തി, വലിയ പാട്ട് വെച്ചു, കുറെ കൂടെ സൗണ്ട് സിസ്റ്റം മേടിച്ചു വെച്ചു, ഇതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. ഈ കേൾക്കുന്ന വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ കുറച്ചുകൂടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടെ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഇതെവിടെ വച്ച് ചെയ്യണം? ബൈബിൾ പറയുന്നു, വിശുദ്ധകരെന്ന് പറയുന്നു, ഭൂമിയിൽ വച്ച് നീ അത് അഴിക്കണം. എങ്ങനെ അഴിക്കണം? അതാണ് എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പാപം ഏറ്റു പറയുമ്പോൾ ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ആ കെട്ട് ഞാൻ അഴിക്കുകയാണ്. ആ കെട്ട് ഞാൻ ദൈവം തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അഴിക്കുകയാണ്. ഇങ്ങനെ അഴിക്കുമ്പോൾ എവിടെയും ആ കെട്ടഴിയും. ഒന്ന് വായിച്ചേ, വർഗീസ് ഭദ്രാപുരത്ത് വായിച്ചേ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ നിങ്ങൾ കാണാത്തൊരു സ്ഥലത്തും ആ കെട്ട് അതോടെ അഴിഞ്ഞ് നിങ്ങളിലേക്കുള്ള അനുഗ്രഹത്തിന്റെ ഒഴുക്ക് ആരംഭിക്കാൻ തുടങ്ങും. നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത മാറ്റങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഞാൻ എത്ര നന്നായി പ്രസംഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ പ്രസംഗം ഇതിനേക്കാൾ നല്ലതാണെങ്കിലും ഇതിനേക്കാൾ മോശമാണെങ്കിലും നിങ്ങൾക്കിത് കേട്ടിരിക്കാൻ ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും. പക്ഷെ അനുഗ്രഹം വരുന്നത് അളവ് നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആരിത് വിശ്വസിക്കുന്നുവോ അവരിത് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാമോ? ഹല്ലേലൂയ. ഒരു സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആരെങ്കിലും മനസ്സ് നൊന്ത് കരഞ്ഞിട്ടുണ്ടോ? ആരുടെയും വിവാഹം മുടക്കരുത്, ആരുടെയും വിവാഹം മുടക്കരുതെന്ന്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. നമ്മൾ ചിലരുടെ ഉയർച്ചയെ നമ്മൾ തടസ്സപ്പെടുത്തും, ചിലരുടെ ഭാവി നമ്മൾ കളയും. അതെല്ലാം നമ്മുടെ വാക്കുകൊണ്ടാണ് കളയുന്നത്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, അവരുടെ മകൾക്ക് 16 കല്യാണാലോചന വന്നു. 16 കല്യാണാലോചന വന്നു. 16ാമത്തെ കല്യാണാലോചന ഏകദേശം ഉറപ്പിക്കാറായി. അപ്പോൾ അവരുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ അത് കയറി ഉടക്കി. അവര് പിറ്റേ ദിവസം വരുമെന്ന് പറഞ്ഞ പിറ്റേ ദിവസം വൈകുന്നേരം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വരുമെന്ന് പറഞ്ഞവർ പറയുകയാണ്, ഞങ്ങൾ നാളെ വരില്ല കേട്ടോ. 16ാമത്തെ ഇതെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അത് മുടങ്ങിപ്പോയി അറിഞ്ഞപ്പോൾ ആ ഭക്ഷണം അവിടെ നിർത്തിയിട്ട് കൈ കഴുകാൻ പോലും പോയില്ല. അവർ വല്ലാതെ ഇരുന്ന് കരഞ്ഞു. ആ കല്യാണം മുടക്കിയത് പിശാചല്ല, അപ്പുറത്തെ താമസിക്കുന്ന ഒരാളാ പറഞ്ഞത്, ആ പെണ്ണ് ശരിയല്ല, നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ആ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഒരു ഉടക്ക് വെച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേറൊരു വ്യക്തിയുടെ വിവാഹം നടക്കുമ്പോൾ ആ വ്യക്തി ആ ഭക്ഷണ മുറിയിൽ ഇരുന്ന് ദൈവമേ ആരാണാവോ ഞങ്ങളുടെ മകളുടെ വിവാഹം മുടക്കിയത് എന്നും പറഞ്ഞ് കരഞ്ഞ കണ്ണുനീർ റൂട്ട് തെറ്റാതെ നേരെ വീഴും നിങ്ങളുടെ കുടുംബത്തിലേക്കാണ്. വേറൊരു വ്യക്തി പറഞ്ഞു, എനിക്ക് 50 ലക്ഷം രൂപ കടമാണ്, സ്ഥലം ഒന്ന് വിൽക്കണം. അച്ചോ, ആരും വിൽക്കാൻ അത് എടുക്കുന്നില്ല, ആരും വില കാണുന്നില്ല. ആൾക്കാർ വരും, വില പറയും, അഡ്വാൻസ് തരും. പക്ഷെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടക്കിക്കളയും. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്.
എന്തിനാണ് ഈ മനുഷ്യർ ആരുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത്? ചിലപ്പോൾ ഈ സ്ഥലം വിൽക്കുന്നത് നിൽക്കക്കളിയില്ലാത്തതുകൊണ്ടായിരിക്കും. എങ്ങനെയും കിട്ടിയ വിലയ്ക്ക് വിറ്റാ ബാങ്കിലെ പണവും കൊടുത്താൽ പലിശക്കെടുത്ത് ഒരു സമാധാനമായിട്ട് എവിടെയെങ്കിലും വാടകയ്ക്കെങ്കിലും താമസിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സ്ഥലക്കച്ചവടം മുടക്കുമ്പോൾ ആ കുടുംബവും അയാളും അയാളുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ മനസ്സ് നൊന്ന് കരയും. ദൈവമേ, ഏതവനാണോ ദൈവമേ ഞങ്ങളുടെ ഈ സ്ഥലക്കച്ചവടം മുഴുവൻ മുടക്കുന്നത്? അത് വീഴുന്നത്, ആ മനുഷ്യർ കരയുന്ന കണ്ണുനീരിന്റെ ഉപ്പു തരികൾ വീഴുന്നത് നിന്റെ തലയുടെ മുകളിലോട്ടായിരിക്കും. ഭൂമി വെച്ച് ആരെ കെട്ടാൻ നിൽക്കരുത്. ആർക്കും ദോഷം വരുന്നത് ചെയ്യരുതെന്ന്. ആരുടെ ഭാവിയെയും തകർക്കരുത്. അത് നമ്മുടെ ഉയർച്ചയെ ബാധിക്കും. നമ്മുടെ ഉയർച്ചയെ അത് ബാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് കാരണവന്മാർ പറയുന്നത്, ഉപ്പ് തിന്നുന്നവൻ 10 വർഷം കഴിഞ്ഞിട്ടാണേലും വെള്ളം കുടിക്കും. ഇപ്പോൾ ഉപ്പ് തിന്നയാൾ ചിലപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഡെയിലി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരോ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഉപ്പ് തിന്നത് സത്യമാണോ? വെള്ളം കുടിക്കും. നമ്മൾ ആർക്കും ദോഷം ചെയ്യരുത്. വലിയ പുണ്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറൊരാളുടെ കണ്ണുനീരിനും തകർച്ചയ്ക്കും കാരണമാകുന്ന ഒന്നും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യരുത്. അത് ചെയ്താൽ നമുക്ക് ദോഷമാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നന്നായി കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം. ഞാനൊരു വചനം കൂടെ പറഞ്ഞിട്ട് ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു വചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സങ്കീർത്തന പുസ്തകത്തിൽ 25-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒന്ന് വേഗത്തിലെടുക്കുകയാണ്. സങ്കീർത്തനം 25-ാം അധ്യായം 11-ാമത്തെ വാക്യം. 25-ാം അധ്യായം സങ്കീർത്തനം 25:11. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. അയ്യോ, ഇത് ഏത് കൂലിപ്പണിക്കാരനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ആരാ ഇത് പ്രാർത്ഥിച്ചത്? നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നില്ല, ഈ ജില്ലയിൽ ഇത്രയും വലിയ ആള്. ഇതാരാ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നത് പോലെ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരാളാണ് ദാവീദ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ PM-ന്റെ അതേ പൊസിഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകട്ടോ ഇത്. 25-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമെന്ന്. അപ്പോൾ രാജാവ് പോലും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന്. അത് കൂലിപ്പണിക്കാരനും ഇടത്തിറക്കാരനൊക്കെ പ്രാർത്ഥിച്ച് വലിയ വലിയ ആൾക്കാർക്കൊന്നും ഇത് ബാധകമല്ലെന്നല്ല. ഇത് നമ്മൾ ഈ ഇടവകയിൽ ആരും കാണൂല. ഇത്രയും സ്വാധീനമുള്ള ഒരാൾ, ഇത്രയും സമ്പന്നൻ ഇവിടെ ആരും ഉണ്ടാവില്ല. നമ്മളെക്കാളൊക്കെ സമ്പന്നതയിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന വലിയൊരു കസേരയിലിരുന്ന മന്ത്രിമാരും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലിരുന്ന രാജാവ് പറയുകയാണ്, ദൈവത്തോട് പറയൂ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്. രാജാവിനറിയാം ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പാപക്ഷമ ഉണ്ടാകണമെന്ന്. പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം. അടുത്ത വാക്യം സങ്കീർത്തനം 51-ാം അധ്യായം. വേഗത്തിൽ വായിക്കുകയാണ്. സങ്കീർത്തനം 51. ആ 51-ാം സങ്കീർത്തനം എന്നറിയാമോ? 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അയ്യോ, രാജാവായ ദാവീദ് പറയാണ്, എൻ്റെ അകൃത്യം കഴുകിക്കളയണമേ, എൻ്റെ പാപങ്ങളിൽ എന്നെ ശുദ്ധീകരിക്കണമേ. 3-ാമത്തെ വാക്യം, എൻ്റെ അതിക്രമങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഒരു രാജാവ് പറയുവാണ്, നമ്മളാണെ പറയില്ലേ, ദൈവമേ എൻ്റെ ഈ രാജാവായിരിക്കുന്ന സ്ഥാനം ഒരിക്കലും പോകാൻ ഇടവരല്ലേ. ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് ഒരു ഭാഗ്യം, പുറത്തു പോകുന്ന ഒരു ഗതികേട് എനിക്ക് വരല്ലേ. മരിക്കുന്നത് വരെ രാജാവായിട്ടിരിക്കാൻ ഭാഗ്യം തരണേ. ഇതൊന്നുമല്ല പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചത്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ആരാ പ്രാർത്ഥിച്ചത്? ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് പ്രാർത്ഥിച്ചത്. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനല്ല പ്രാർത്ഥിച്ചത്. എന്നിട്ട് അടുത്ത വാക്യം സങ്കീർത്തനം 89-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ വേഗത്തിലാണ് വായിക്കുന്നത്. സങ്കീർത്തനം 89-ാം അധ്യായം 20-ാമത്തെ വാക്യം. 20 ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനം 89:20. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ഏത് രാജാവ്, ഏത് ദാസനെ കണ്ടെത്തിയേ?
പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തും. ഈ പ്രദേശത്ത് വചനം കേട്ടു, പ്രാർത്ഥിച്ചു, 4 കൈയടിച്ചൊരു പാട്ട് പാടി, സമയത്ത് ധ്യാനം തീർന്നു പോകുന്നു. അതിനേക്കാൾ വലുതാണ് നിങ്ങൾ നന്നായിട്ട് അനുതപിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം നിങ്ങളെ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളുടെ അവസ്ഥ ദൈവം മാറ്റാൻ തുടങ്ങും. അടുത്ത വാക്യം, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. പാപത്തെക്കുറിച്ച് അനുതപിച്ചപ്പം അവനെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. അടുത്ത വാക്യം നോക്കി, 21-ാമത്തെ വാക്യം. നിങ്ങളുടെ കൈ ബൈബിളിലെ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. പാപത്തെക്കുറിച്ച് അനുതപിച്ചപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. ഓ, എല്ലാ വാക്കും പ്രധാനപ്പെട്ടതാണ്. ദൈവം പറയുകയാണ്, എന്റെ കൈ എന്നും അവന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നും ദൈവത്തിന്റെ കരം എന്നും നിങ്ങളുടെ കൂടെ വേണോ? ഇന്ന് ഒരു ദിവസത്തേക്ക് മതിയോ? 10 ദിവസത്തേക്ക് മതിയോ? ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ വേണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ ദൈവത്തിന്റെ വിജയമുള്ള കരം, ശക്തിയുള്ള കരം 10 ദിവസത്തിൽ ഒരിക്കലല്ല, എന്നും എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്റെ കുടുംബത്തോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരസ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം നോക്കൂ, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും എന്നെ തോൽപ്പിക്കത്തില്ല. പിന്നെയോ, ദുഷ്ടൻ അവന്റെ മേൽ പ്രാബല്യം നേടുകയില്ല. ദുഷ്ടന്മാരും ശത്രുക്കളും ഉണ്ട്, പക്ഷെ തൊടത്തില്ല, തൊടുക പോലുമില്ല, നോക്കിപ്പോലും പേടിപ്പിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ കരമുള്ളവനെ നിങ്ങൾക്ക് 10,000 പേർക്ക് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം ഉണ്ടാകാം. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇയാളെ ഒതുക്കണമല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്റെ വിശ്വാസം, എന്റെ ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കുക സാധ്യമല്ല. അതെന്റെ വിശ്വാസമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, അവന്റെ ശത്രുവിനെ അവന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും. ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ശത്രുവിനെ എവിടെയേലും വെച്ചല്ല, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തോൽപ്പിക്കും. ശത്രുവിനെ ഓർത്ത് പേടിക്കണ്ട, ദൈവം അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. ആരുടെ കൂടെ ദൈവം ഇത്രയും പ്രവർത്തിക്കുകയുള്ളൂ? പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ച് നിർത്തുകയാണ്. സങ്കീർത്തനം 132-ാം അധ്യായം 11-12. ഇത് വായിക്കുമ്പോൾ ഇത് മാത്രം കേൾക്കാതെ പോകരുത്. ഇത് പറയാൻ വേണ്ടിയാ ഇവിടം വരെ എത്തിയത്. ഇത് പറയാതെ പോയാൽ വലിയ നഷ്ടം. അതുകൊണ്ടാണ് അല്പ സ്പീഡ് കൂട്ടിയത് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം പറയുകയാണ്. ദാവീദ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനാണ് കുമ്പസാരിച്ചത്. ദാവീദ് എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിച്ച മനുഷ്യനാണ്. ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവ് മാത്രമല്ല, അയാൾ ഒരു ഭർത്താവാണ്, ഒരു കുടുംബനാഥനാണ്. അയാൾ കുമ്പസാരിച്ചപ്പോൾ ദൈവം പറയുവാണ്, നീ നിന്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചത് കൊണ്ട് നിന്റെ മക്കളിൽ ഒരാളെ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരുത്തുന്നു. മക്കളെ ഉയർത്തുന്നു. ഞാൻ വായിച്ചാൽ നിങ്ങൾ പറയുന്ന ഉണയാണെന്ന് വായിച്ചു തന്നെ കേൾപ്പിക്കാം. 132-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. ദാവീദിനോട് കർത്താവ് ഒരു ശബ്ദം ചെയ്തു. ദാവീദിനോട്, ഏത് ദാവീദിനോട്? ഞാൻ തെറ്റുകാരനാണ്, എന്നിൽ പാപമുണ്ട്, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞ ദാവീദിനോട് ദൈവം പറയുകയാണ്, അവിടുന്ന് പിന്മാറുകയില്ല, ഞാൻ പിന്മാറുകയില്ല, നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും. ഓ നോക്കൂ, അപ്പനാണ് കുമ്പസാരിച്ചത്, അപ്പനാണ് പാപത്തെക്കുറിച്ച് അനുതപിച്ചത്. ദൈവം പറയുവാണ്, നിനക്ക് മാത്രമല്ല അനുഗ്രഹം, നിന്റെ മക്കളിലേക്ക് ഈ അനുഗ്രഹം കൈമാറ്റം ചെയ്യും. നിന്റെ മക്കൾ ഒരുത്തൻ എവിടെയെങ്കിലും എത്തുന്നല്ല, നീ ഇരിക്കുന്ന കസേരയിൽ രാജാവായിട്ട് നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉപവിഷ്ടനാക്കും. ഈ അനുഗ്രഹം വന്ന വഴി ഏതാ? ദാവീദ് തെറ്റു ചെയ്ത ആളാണ്, ശരി തന്നെ. ദാവീദ് ഒരു പോക്രിത്തരം ചെയ്ത ആളാണ്, തെറ്റു ചെയ്ത ആളാണ്. പക്ഷെ ദാവീദ് തെറ്റു ചെയ്തിട്ട് പറഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തില്ല, ന്യായീകരിക്കാനൊന്നും പോയില്ല. ആ തെറ്റിനെ കുറിച്ച് അനുതപിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോനെ ദാവീദേ, നിന്റെ മക്കളിൽ ഒരുവരെ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ മിടുക്കനാക്കി നിന്റെ മക്കളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. ക്രെഡിറ്റ് എവിടെയാ വന്നത്? ആ കുടുംബനാഥന്റെ ഗുണമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും കുടുംബനാഥന്മാരാണ്, അമ്മമാരാണ്, അല്ലെങ്കിൽ നാളെ അപ്പച്ചന്മാരും അമ്മമാരും ഒക്കെ ആകേണ്ടവരാണ്. നിങ്ങളൊരു വ്യക്തി ദൈവസന്നദ്ധിയിൽ അനുദപിച്ച് ഏറ്റുപറയുമ്പോൾ
സുഹൃത്തെ, നിനക്ക് മാത്രമല്ല അനുഗ്രഹം, നീ ഉൾപ്പെടുന്ന കുടുംബത്തിലേക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കയറി വരുന്നു എന്ന് നീ അറിയുന്നുണ്ടോ? ഇത് വേദപുസ്തകം വ്യക്തമായും കൃത്യമായും പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് തന്റെ തെറ്റിനെ കുറിച്ച് അനുതപിച്ച് ദൈവസന്നിധി നിൽക്കുമ്പോൾ ദാവീദിനോട് ദൈവം ശപഥം ചെയ്തു പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു, നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ നിന്നേക്കാൾ മിടുക്കനായി ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് നല്ലൊരു ഭാവി, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു ഭാവി ഉണ്ടാകണം? അത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അതിന് വേണ്ട വഴികൾ വെട്ടി ഒരുക്കണം, എന്നാലേ അനുഗ്രഹം വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം.